ഒരു സംവാദത്തിലേക്ക് എത്തുമെന്നായിരുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് ഇവിടെ ഉള്ള പ്രശ്നം യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകൾ എന്താണെന്നുണ്ടെങ്കിലും അതിനെ വന്ദിക്കണം, ബഹുമാനിക്കണം എന്ന കാര്യത്തിൽ ഇവിടെ ഒരു സുന്നികൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ ഒരു മൗലവി പറഞ്ഞ പോലെ അത് റസൂലിൻ്റെതാണോ അല്ലേ എന്ന സംശയമാണ് ഇവിടെ വാക്കിയെടുക്കുന്നത്. അത് അല്ല എന്ന് തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കി. നമുക്ക് വേണ്ടത് ഇവിടെ കേൾക്കേണ്ടത് മുജിബ് കുല്ലിയും സാലിബ് കുല്ലിയും ഒന്നുമല്ല. നമുക്ക് വേണ്ടത് സാധാരണക്കാർക്ക് തിരിയണ ഭാഷയിൽ അത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള സംവാദത്തിലേക്ക് എത്തലായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ 8:30 മണി മുതൽ ഇത്രയും സമയം അത് കേട്ടിരുന്നു എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ സാധാരണക്കാർക്ക് ഉപകാരപ്രദമായ രൂപത്തിലേക്ക് എത്തും എന്നായിരുന്നു. പക്ഷേ നമ്മളെല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് വാക്കിലും മറ്റുമൊക്കെ പിടിച്ചു കയറി തൽക്കാലം ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് AP-കാർ സ്വീകരിച്ചത് എന്നാണ് വാസ്തവം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ബഹുമാനപ്പെട്ട രാമന്തളി മുഹമ്മദ് കോയ തങ്ങളുമായി ഞാൻ ഒരിക്കൽ സംസാരിക്കേണ്ടതായി. മറ്റൊരു വിഷയം സംസാരിക്കാൻ വന്ന സമയത്ത് ഞാൻ ബൈ ചാൻസിൽ അദ്ദേഹത്തോട് ചോദിച്ചു, പിന്നെ എന്താണ് നജീബ് മൗലവി പറഞ്ഞല്ലോ ബർക്കത്തെടുക്കാൻ, ആസാറുകൾക്ക് ബർക്കത്തെടുക്കാൻ സനദിന്റെ ആവശ്യമില്ല എന്ന് പിന്നെ നജീബ് മൗലവി പറഞ്ഞല്ലോ എന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിന് മുത്തബരിക്ക് ബിഹി ആകണ്ടേ എന്ന്. അതിന് അദ്ദേഹത്തിന്റെ മറുപടി അങ്ങനെയായിരുന്നു, അതിന് മുത്തബരിക്ക് ബിഹി ആകണ്ടേ എന്ന്. അതായത് ബർക്കത്തെടുക്കാൻ പറ്റിയൊരു സാധനം ആകണ്ടേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ബർക്കത്തെടുക്കാൻ പറ്റിയൊരു സാധനം അല്ല എന്ന് വളരെ പ്രത്യക്ഷമായി തെളിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം ആ പറഞ്ഞതിനോട്, നജീബ് മൗലവി പറഞ്ഞതിനോട് അദ്ദേഹം യോജിക്കുന്നില്ല എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ ചോദിച്ചത് വളരെ കൃത്യമായി ചോദിച്ചു. ഇങ്ങനെ നജീബ് മൗലവി പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകൾ അല്ലെങ്കിൽ പിന്നെ തിരുശേഷിപ്പുകള് ബർക്കത്തെടുക്കാൻ സനദ് വേണോ വേണ്ട എന്ന് നജീബ് മൗലവി പറഞ്ഞല്ലോ എന്നായിരുന്നു ഞാൻ ചോദിച്ചത്. അദ്ദേഹം അതിന് നൽകിയ മറുപടി അതിന് മുത്തബരിക്ക് ബിഹി ആകണ്ടേ എന്നാണ് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ ആ പിന്നെ സംസാരത്തോട് അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട രാമന്തളി മുഹമ്മദ് കോയ തങ്ങൾക്ക് യോജിപ്പില്ല എന്നാണ് ഞാൻ അതൊന്ന് മനസ്സിലാക്കിയത്. പിന്നെ വലിയ വലിയ ആളുകളോട് കൂടുതൽ നമ്മൾ വിതർക്കങ്ങൾ ഉണ്ടാക്കി തീർക്കാവുന്നത് ശരിയല്ലെന്ന് ഞാൻ അവിടെ വെച്ച് നിർത്തി. അപ്പൊ നമുക്കൊക്കെ ഉണ്ടായിരുന്ന സംശയമല്ല, നമുക്ക് ഉറപ്പന്നെ ആ കാര്യത്തിൽ റസൂലുള്ളാഹിന്റെ മുടിയല്ല എന്നുള്ള കാര്യത്തിൽ അവരെ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരാളുകളും ആ കൂട്ടത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒരാളും റസൂലുള്ളാഹിന്റെ മുടിനെ പറ്റി നമ്മൾ നിഷേധിച്ച കാരണം സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ ആളുകളും അതിന്റെ പിൻപറ്റി നടക്കുന്ന ആളുകളൊക്കെ നിഷേധിച്ച കാരണത്താൽ റസൂലുള്ളാഹിന്റെ മുടിയല്ല എന്ന്, മർക്കസിലുള്ളത് റസൂലുള്ളാഹിന്റെ മുടിയല്ല എന്ന് പറഞ്ഞ കാരണത്താൽ ഒരു മഖ്ലൂഖ് അതിലേക്ക് പോയിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത്. കാന്തപുരത്തിന്റെ കൂട്ടത്തിലേക്ക് പോലും. പക്ഷേ റസൂലുള്ളാഹിന്റെ മുടിയാണ് എന്ന് കള്ളം പറഞ്ഞതിന്റെ പേരിൽ അവിടെ നിന്ന് ഒരുപാട് സമസ്തയുള്ള ജമിയത്തുൽ ഉലമ എന്ന സംഘടനയ്ക്ക് പിന്നിലും അതിന്റെ പിന്നിലേക്കും വരും. മിനിമം ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. രണ്ടും പറയാതെ ബൈനൗമിന്റെ ഇടയിലെന്നാ പറയുന്നത്, രണ്ടും പറയാതെ വിട്ടു നിന്നിട്ടുണ്ട്. എന്തായിരുന്നാലും നമ്മളെ പിന്നെ അല്ലൈനുള്ള എന്താണ് നമ്മളെ അലി മുസ്ലിയാരുടെ അവരുടെ സമസ്ത മുഷാവറ അംഗം അദ്ദേഹത്തിന്റെ മരുമകൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർക്ക് വളരെ ശക്തമായിട്ട് അവരെ കൂട്ടത്തിൽ നിന്ന് പോകുന്ന ആളുകളോടൊക്കെ ചോദിച്ചാൽ അവരൊക്കെ വളരെ എന്താ പറയാ വളരെ ശക്തമായ രൂപത്തിലാണ് പ്രതികരണം. നമ്മൾ പോലും പ്രതികരിക്കാത്ത രൂപത്തിലാണ് അവർക്ക് പ്രതികരണം. എന്താ കാരണം? അവർക്ക് കൂടുതൽ കള്ളത്തരം അറിയും. അതുകൊണ്ട് തന്നെ ഈ കള്ളങ്ങളൊക്കെ നേരിട്ട് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഒരുപാട് കള്ളത്തരങ്ങളും കുയുക്തങ്ങളും ഇവർ ചെയ്യുന്ന വാക്കിലൂടെയുള്ള കള്ളക്കളികളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ ഈ സാലിബ് കുല്ലിയും മൂജിബ് കുല്ലിയും ഒക്കെ ഒരുപാട് ആൾക്ക് മനസ്സിലായിട്ടുള്ള യാഥാർത്ഥ്യം. ഇവിടെ ഈ സാധാരണക്കാരായ ഏകദേശം 1,500 ആളുകൾ ഈ സദസ്സ് ഐഡികൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു പക്ഷെ 10,000 ആളുകൾ കൂടുതൽ കേട്ട് കാണും. ഇവർക്കാർക്ക് എന്താണ് സാലിബ് കുല്ലി, എന്താണ് മൂജിബ് കുല്ലി എന്നൊന്നും മനസ്സിലായിട്ടില്ല. ഇതൊക്കെ സാധാരണക്കാരായ ആളുകളെ ലാട്ടിപോട്ടാക്കാൻ പറയുന്ന
കാന്തപുരത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ട മുസ്ലിയാമാരുടെ ഒരു തന്ത്രമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെ മൗലവിമാരൊന്നും അങ്ങനെ ആ സാലിബ് കുല്ലി മൂജിബ് കുല്ലി ഒന്നും പറഞ്ഞിട്ട് ജനങ്ങൾ സ്വീപ്പാക്കാൻ വേണ്ടിയില്ല. അത് നമ്മളെ ബഹുമാനപ്പെട്ട നമ്മളെ അഷ്റഫിയൊക്കെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയല്ല അത് എന്ന് വളരെ ശക്തമായി തന്നെ പറഞ്ഞു. അതിനെ എതിർക്കാനല്ല അവര്. അത് നിങ്ങൾക്ക് പറയാൻ പറ്റൂല, അങ്ങനെ പറ്റൂല, ഇങ്ങനെ പറ്റൂല. സാധാരണക്കാരായ ആളുകളെ അവരെ വിശ്വാസം നഷ്ടപ്പെടുത്താനുള്ള ഒരു സംവിധാനമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് മക്ബറകളുണ്ട്, അതുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് സാധാരണക്കാരായ ആളുകളെ മുഴുവൻ, അതായത് അത് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇതിന്റെ പിന്നിലൊക്കെ ഉള്ളത് ഞാൻ പണ്ടേ പറഞ്ഞ പോലെ തന്നെ പിന്നെ സിയോണിസ്റ്റ് ഏജന്റുകളാണ്. യഥാർത്ഥത്തിൽ അവർ വിജയിച്ചു എന്നാണ് പറയാനുള്ളത്. സിയോണിസ്റ്റ് ഏജന്റുകൾ വിജയിച്ചു, അവരെ സംവിധാനം വിജയിച്ചു. കാരണം ഒരുപാട് ആളുകൾ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലായി. ഇതൊക്കെ വെറുതെ മൗലവിമാർ പറഞ്ഞ ഹക്കും ബാത്തിലും ഒക്കെ പിന്നെ കൂട്ടിക്കുഴക്കുമ്പോൾ അതൊക്കെ സാധാരണ മൗലവിമാർ അങ്ങനെ പറയും കുറെയൊക്കെ എന്ന് കുറെ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുവാനുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇവർ എത്തിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഇവരുടെ ഷെറിൽ നിന്ന് മുസ്ലിം സമുദായത്തെ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ മനസ്സിൽ താലോലിക്കുന്ന ആളുകളെ അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംവാദത്തിന്റെ ചർച്ചയ്ക്ക് വന്ന എല്ലാ ആളുകൾക്കും ഞാൻ അനുമോദനം അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. ഏതായാലും ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുകയായിരുന്നു. ഒരുപാട് നാളുകൊണ്ട് ഈ ഖൗമിനെ ഒന്ന് കയ്യിൽ കിട്ടാൻ, ഇവരുടെ വാദങ്ങൾ, പൊള്ളയായ വാദങ്ങൾ ജനങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടി ഒരുപാട് കൊതിച്ചിരിക്കുകയായിരുന്നു. ആ ഒരു സ്വപ്നം പൂവണിഞ്ഞിരിക്കുന്നു ഇന്ന്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഏതായാലും സാലിബ കുല്ലി എന്താണ്, സാലിബ ജുസി എന്താണ് എന്നൊക്കെ ഇന്ന് വ്യക്തമായി സഖാഫി കുട്ടികൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ ഒരു കാര്യം ഇന്ന് അവർക്ക് ഈ സംവാദ വ്യവസ്ഥ കൊണ്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ മൈക്കിൽ കൂടുതൽ നിൽക്കുന്നില്ല. ഒരുപാട് ആളുകൾ മൈക്കിന് വേണ്ടി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹവുമുണ്ട്. അതുകൊണ്ട് ഈ ലൈവിന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു അപേക്ഷ കൂടിയുണ്ട്. ഈ സഖാഫി കുട്ടികളുടെ വെളുത്ത മുണ്ടിന്റെ കളർ മാറിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും. മൊബൈലുള്ള ആരും മൈക്ക് എടുക്കാത്തതുകൊണ്ട് മൈക്ക് എടുത്തതാണ്. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാ. എന്തായാലും AT വിഭാഗക്കാരോട് നമുക്ക് ചോദിക്കാനുള്ള SSFകാരാ, അലൈസ ഫീക്കും റജുലുൻ റഷീദ് എന്ന് ഖുർആനിൽ പറഞ്ഞതുപോലെ നിങ്ങളിൽ പ്രായപൂർത്തിയായ ഒരാളില്ലേ നിങ്ങൾക്ക് ഈ സത്യം ഇങ്ങനെ പറഞ്ഞു തന്നിട്ടും ഇത് മനസ്സിലാക്കാനുള്ളൊരു, അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ചിന്താശേഷി ഇനിയും നിങ്ങൾക്കില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ അവിടെ ഇത് കേട്ട എല്ലാവർക്കും അറിയാം എന്താണ് SKSSF കൊടുത്തതെന്നും എന്താണ് അവർ തിരിച്ചു കൊടുക്കേണ്ട മറുപടിയെന്നും കേട്ടതായ എല്ലാ ആളുകൾക്കും മനസ്സിലായി. ഇനിയും എന്തിനാണ് നിങ്ങൾ അതിന്റെ പിന്നാലെ പോകുന്നത് എന്നാണ് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് പ്രായപൂർത്തി എത്തിയിട്ടില്ലേ? ബുദ്ധിയില്ലേ? നിങ്ങൾ മനുഷ്യജീവികളല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ ഇനിയും മനസ്സിലാക്കുന്നില്ല? അവിടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ പണ്ഡിതന്മാർ പറഞ്ഞ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് വ്യക്തമായ മറുപടി തരാത്തപ്പോഴാണ് നമ്മുടെ പണ്ഡിതന്മാർ എങ്ങനെങ്കിലും അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വിദ്യ പ്രയോഗിച്ചു നോക്കിയത്. അതിലും കുടുങ്ങാതെ മനഞ്ഞിൽ എന്ന മത്സ്യത്തെ പിടിച്ചതുപോലെ ഊരിപ്പോവുകയാണ് ചെയ്തത്. പടച്ച തമ്പുരാൻ അവരുടെ ഷെറിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ റൈസാർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാൻ മൈക്കൂടുന്നു. പടച്ച തമ്പുരാൻ അവരുടെ ഷെറിൽ നിന്ന് അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും. ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാരും. പക്ഷെ എന്താ റബ്ബേ, ഇവർക്ക് മരിച്ചു പോണ്ടേ?
ഈ ഉസ്താദുമാര് താടിയും തലപ്പാവുള്ള ഉസ്താദുമാരാണ് കിടന്ന് ഉരുളുന്നത്. എന്താണ് മുടിക്കുട്ടികളെ, ഇനിയൊന്നെങ്കിലും മനസ്സിലാക്കിക്കോളെ, നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തരുത്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. അഷ്റഫ് ഖാൻ നിങ്ങളുടെ മൈക്കെടുക്കാത്തതുകൊണ്ട് അടുത്താണ്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഓറുണ്ടോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ സിനിമ കാണാറില്ല, പക്ഷെ സിനിമയിലുള്ള ഒരു കോമഡി നമ്മൾ സാധാരണ കേൾക്കലുണ്ടല്ലോ. ഈ മാർക്സിസ്റ്റ് പാർട്ടി തോറ്റതിനെ കുറിച്ചിട്ട് പൊളിറ്റിക്സിലായിട്ടുള്ള ഒരു തരം കോമഡി സാധാരണ യൂട്യൂബിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. പ്രതിക്രിയാവാദവും വിഘടനവാദവും കൊളോണിയൽ പ്രത്യയശാസ്ത്രവും ഈ കാരണം കൊണ്ടാണ് നമ്മുടെ പാർട്ടിക്കുണ്ടായ ചില അപജയങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആരൊരാൾ ചോദിക്കൂ, ഒന്ന് എന്തുകൊണ്ടാ തോറ്റതെന്നൊന്ന് പറഞ്ഞൂടെ എന്നതുപോലെ, അത് മനസ്സിലാവില്ല എന്നതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര വ്യക്തമായിട്ട് മുടിയാണോ അല്ലേ, ശരിക്കും വളരെ വ്യക്തമായിട്ട് സലീം വൈസിയും മുസ്തഫ അഷ്റഫിയും പറഞ്ഞു അതല്ല എന്ന് അങ്ങക്ക് ഉറപ്പാ. അന്നെങ്കിൽ ആണോ, മുടിയാണോ, അത് തിരുമുടിയാണോ, അതാണ് എന്ന് പറഞ്ഞ വാദം കഴിഞ്ഞില്ലേ? ഇത് ഈ കാരണം കൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വ്യക്തമായിട്ട് പഠിക്കാതെ വ്യക്തമായ ആദർശമില്ലാത്ത ഒരു വിഭാഗം ആളുകൾ, ഈ വിഭാഗം ആണ് വഹാബികളോട് വാദപ്രതിവാദത്തിന് പോയിട്ട് എല്ലാ സ്ഥലത്തും സുന്നികളെ വഹാബികളാക്കി മാറ്റുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇവരിങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളൊക്കെ പ്രസംഗിക്കും. എന്നാൽ വഹാബി മുലാക്കന്മാർ വന്നിട്ട്, സലഫികൾ വന്നിട്ട്, അതന്നെ മസ്നദി ഉസ്താദ്, ഒരു മിനിറ്റ്, അതെന്നെ സംഭവം. ഞാനത് ഇങ്ങനെ പറയാതിരുന്നാണ്, കാരണം നമ്മൾ സിനിമയുടെ കോമഡി നമ്മളെ ക്ലാസ് റൂമിൽ പറയണ്ടെന്ന് കരുതിയിട്ട് പറയാതിരുന്നാണ്. അങ്ങനെ വഹാബികളായ ആളുകൾ വന്നിട്ട് ജനങ്ങൾക്ക് തിരിയുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങ് പ്രസംഗിക്കും. എന്നാൽ ആ വാദം ഏറ്റെടുത്തിട്ട് വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചിട്ട് ഇവരെ കുറെ ആളുകൾ അങ്ങ് വാദപ്രതിവാദത്തിന് വരും. എന്നിട്ട് ജനങ്ങൾക്കൊന്നും മനസ്സിലാകാത്ത പ്രതിക്രിയാവാദവും കൊളോണിയൽ സിദ്ധാന്തവും പ്രത്യയശാസ്ത്ര വിവാദവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് പ്രസംഗിക്കും. സാധാരണക്കാരായ ജനങ്ങൾക്ക് തോന്നും മറ്റേ ആൾ പ്രസംഗിച്ചപ്പോൾ ശരിക്കും മനസ്സിലായി, ആര് വഹാബി പറഞ്ഞപ്പോൾ ശരിക്കും മനസ്സിലായി എന്ന് കരുതി വഹാബിയുടെ കേസറ്റ് അവർ കേൾക്കും. അപ്പൊ അവർക്ക് തോന്നും പേരോട് പറഞ്ഞതും ഈ സക്കാബികൾ പറഞ്ഞതൊന്നും അർത്ഥമില്ല, ഇവര് പറഞ്ഞാണ് ശരിയെന്ന് കരുതി ഒരുപാട് ആളുകൾ ഇവരുടെ വാദപ്രതിവാദം കേട്ടിട്ട് വഹാബികളായിട്ടില്ലേ? ഇത് സത്യമല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട SSFന്റെ ആളുകളെ, മുടി കുട്ടികളെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇത് തന്നെയാണ് നിങ്ങളുടെ കൗമിന്റെ സ്വഭാവം. നിങ്ങൾക്കും മനസ്സിലാവില്ല, പറഞ്ഞ ആളുകൾക്കും തിരിയില്ല, കേട്ട ആൾക്കും തിരിയില്ല. അതുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ഞാനൊരു ഉദാഹരണം പറയാം, വളരെ പെട്ടെന്ന് മനസ്സിലാവാൻ. അതായത്, എന്റെ ഒരു സുഹൃത്ത് ഗൾഫിലുള്ള ഒരു സൂക്കിൽ വെച്ച് ഒരു വ്യാജ സ്വർണം നാട്ടിലേക്ക് കൊണ്ടുവന്നു. സംഭവം അവനാരോ പറ്റിച്ചാണ്. അവനാരോ പറ്റിച്ചിട്ട് ഒരു സ്വർണത്തിന്റെ കട്ട എന്ന് പറഞ്ഞിട്ട് അവനവന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. അപ്പൊ എനിക്കറിയാം ഇത് ഒറിജിനൽ സ്വർണ്ണമല്ല. ഞാൻ അവനോട് പറഞ്ഞടാ, അത് സ്വർണ്ണമല്ല കേട്ടാ, അത് വ്യാജ സ്വർണ്ണാണ്, അത് ഒറിജിനൽ സ്വർണ്ണമല്ല. അപ്പൊ ഇവൻ ഈ സ്വർണത്തിന്റെ തരി ഒരു തട്ടാന്റെ അടുത്ത് കൊണ്ടുപോവുകയോ ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താവും? വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുമല്ലോ അത് ഒറിജിനലാണോ വ്യാജാണോ. അത് മനസ്സിലാവാതെ അവൻ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് അവൻ എന്നോട് പറയാണ്, നീ എന്നാ അത് തെളിയിക്ക്, അത് വ്യാജ സ്വർണ്ണ നീ തെളിയിക്ക്. എനിക്ക് എങ്ങനെ തെളിയിക്കാൻ കഴിയാനാ? എനിക്കത് തെളിയിക്കാൻ കഴിയോ? അവനത് തരണ്ട എന്റെ കയ്യിൽ, അവൻ എന്റെ കയ്യിൽ തന്നിട്ട് പറയണമെന്നാ നീ നോക്ക്, ഇത് ഒറിജിനലാണോ അല്ലേ നീ തെളിയിക്കും അല്ലേ, എന്നാലേ എനിക്കത് തെളിയിക്കാൻ കഴിയൂ. അവന്റെ വീട്ടിന്റെ ഉള്ളിൽ അടച്ചു പൂട്ടി വെച്ചിട്ട് പറയാ, എന്റെ വീട്ടിലുള്ള സ്വർണ്ണമല്ല എന്ന് നീ തെളിയിക്കൂ, അത് വ്യാജ സ്വർണ്ണമാണോ നീ തെളിയിക്ക്, നീ എങ്കിലും ഞാൻ 1000 കുതിരശക്തിയിൽ വെല്ലുവിളിക്കുന്നു, നീ തെളിയിക്കുന്നു. എനിക്കെങ്ങനെ തെളിയിക്കാൻ കഴിയാനാ? സ്വർണ്ണം അവന്റെ വീട്ടിലല്ലേ ഉള്ളത്. അവൻ പറയാൻ, എന്നിട്ട് അവൻ പറയാ, ഞാൻ സ്വർണ്ണം എന്ന് പറഞ്ഞിട്ടില്ലേ, ഞാൻ ഒറിജിനൽ സ്വർണ്ണം എന്ന് പറഞ്ഞിട്ടില്ലേ, 999 പ്യൂരിറ്റി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് സ്വർണ്ണം പറഞ്ഞല്ലേ എന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ കഴിയോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് അവൻ സ്വർണ്ണമാണെന്ന് തെളിയിക്കുക ഒറ്റ പണിയല്ലുള്ളൂ. ഒരു തട്ടാന്റെ അടുത്ത് പോവുക, അല്ലെങ്കിൽ ഒരു സ്വർണ്ണ പണിക്കാരന്റെ അടുത്ത് പോയിട്ട് പറയാ, ഇതൊന്ന് ഉരച്ചു നോക്ക്, സ്വർണ്ണാണെന്ന് നോക്ക്, അപ്പൊ തെളിഞ്ഞില്ലേ? അപ്പൊ ഈ സാധനം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആളുകളല്ലേ ഇത് തെളിയിക്കേണ്ടത് ഒറിജിനലാണോ അല്ലേ? പുറത്തുള്ള ആളുകൾക്ക് തെളിയിക്കാൻ കഴിയോ? എന്തൊരു പൊട്ടത്തിനാണിത്. ഇങ്ങനൊരു വർഗം ഈ വിഭാഗത്തിൽ മറ്റേതെങ്കിലും വിഭാഗത്തിൽ ഉണ്ടാവുമോ? ഇങ്ങനൊരു വിഭാഗം അനുയായികൾ ഈ സമൂഹത്തിലല്ലാതെ മറ്റേതെങ്കിലും കൗമിലുണ്ടാവുമോ? അതുകൊണ്ട് മറ്റുള്ളവർ സംസാരിക്കാൻ വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ മൈക്ക് എടുക്കാത്ത ആൾക്കാരും കൈ താഴ്ത്തിക്കാൻ വേഗം മൈക്ക്. ഇവിടെ സംസാരിക്കാൻ സമയമില്ല, യുഎയിൽ ളുഹ്ർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, സംസാരിക്കാൻ സമയമില്ല. വേഗം ഈ മൈക്ക് എടുക്കാൻ ഉദ്ദേശിക്കാത്ത ആളുകൾ വേഗം കൈ താഴ്ത്തണം, കാരണം മറ്റുള്ള ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അഡ്മിന്മാർ ആ കാര്യം ശ്രദ്ധിക്കണം. ആളുകളെ വിളിച്ചിട്ട് അവരില്ലെങ്കിൽ അവരെ ഡോട്ടിട്ട് താഴെ ഇറക്കണം. കാരണം മുകൾ ഭാഗത്ത് ആളുകൾ റൈസാരി ചെയ്ത് കാണുമ്പോൾ താഴ്ഭാഗത്തുള്ള ആളുകൾക്ക് എടുക്കാൻ ഒരു വിഷമം ഉണ്ടാവും. അപ്പൊ ശ്രദ്ധിക്കണം. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, സഹപ്രവർത്തകരെ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഒരു സംവാദം നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഉസ്താദുമാരും നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഏതൊക്കെ രീതിയിൽ സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാമെന്ന് അതിലിവർ ഏറ്റവും കൂടുതൽ മുൻപന്തിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാദം, നമ്മുടെ ഇത്ര കാലം 2-3 വർഷങ്ങളായി നമ്മൾ പറയുന്നു കാന്തപുരത്തിന്റെ കയ്യിലുള്ളത് ഒറിജിനൽ കേശല്ല, തിരുകേശമല്ലെന്ന് പറഞ്ഞിട്ടും ഇവരുടെ വലിയ വലിയ തല തൊട്ടപ്പന്മാർക്ക് നമ്മുടെ ഉസ്താദുമാരുടെ കുട്ടികളുടെ മുന്നിൽ വന്നുകൊണ്ട് അത് ഞങ്ങളുടെ ഉസ്താദിന്റെ കയ്യിലുള്ളത് അത് തിരുകേശമാണ് എന്ന് പറയാൻ കഴിയാതെ നിങ്ങൾക്കത് തിരുകേശമാണെന്ന് അല്ല എന്ന് പറയാൻ സാധിക്കൂല എന്നുള്ള പുതിയ ഒരു കണ്ടുപിടുത്തം ഇതല്ലുണ്ട്. നിങ്ങൾക്കത് സാധിക്കൂല എന്ന് പറഞ്ഞാൽ അതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ നിങ്ങൾക്ക് സാധിക്കൂല എന്ന് അവരൊരു വാദം പറയുമ്പോ അതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് സാധിക്കൂല, മറ്റു പലർക്കും അത് തിരുകേശമല്ല എന്ന് വാദിക്കാൻ കഴിയും. അതിന് കഴിവുള്ളത് ഞങ്ങൾ തന്നെയാണ് എന്നല്ല അതിലൂടെ വരുന്നത്. ഞാൻ പറയുന്ന SSFകാർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏലംകുളം റഷീദ് സക്കാഫി അടക്കമുള്ള ആളുകൾ പറയുന്നത് MT ദാരിമിയും സലീം ഇർഫാനിയും അതുപോലെ തന്നെ അഷ്റഫി അടക്കമുള്ള ആളുകൾക്ക് ഇത് തിരുകേശം അല്ല എന്ന് വാദിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ആണ്. തിരുകേശം അല്ല എന്ന് പറയാൻ ഇവർക്കൊന്നും സാധിക്കൂല. അങ്ങനെ ഒരു വാദം എഴുതാൻ പറഞ്ഞല്ലോ. അതിന്റെ അർത്ഥം പല ആളുകൾക്കും അത് തിരുകേശമല്ല എന്ന് വാദിക്കാൻ സാധിക്കും, പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കൂല എന്നാണ്. അങ്ങനെ സാധിക്കുന്ന ഒരാള് അത് ഞങ്ങൾ തന്നെയാണ് എന്നാണ് അവർ ഇപ്പോ എഴുതിയിട്ടത്. സത്യത്തിൽ സംവാദം വളരെ വലിയൊരു വിജയമാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ അതിനെ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള സത്യമാണ്. ഏലംകുളം റഷീദ് സക്കാഫിക്കറിയാം അത് 100% വ്യാജമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് വ്യാജമാണ് എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങൾക്കത് വ്യാജമല്ല അല്ലെങ്കിൽ അത് വ്യാജമാണ് എന്ന് വാദിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല. അതിന് 100% സാധിക്കുന്നത് കാന്തപുരത്തിന്റെയും കാന്തപുരത്തിന്റെ കുട്ടികൾക്കും മാത്രമാണ് എന്ന് ഒരു സംവാദ വ്യവസ്ഥക്ക് വന്നുകൊണ്ട് ഇവർ തന്നെ തെളിയിച്ചിരിക്കുകയാണ് എന്നുള്ളതാ. അതുകൊണ്ട് തന്നെ സത്യത്തിൽ പല വേദികളിലും സംവാദം പറഞ്ഞ് നടക്കുന്ന ആളുകള്, പല സംവാദങ്ങളും നടത്തി എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ആളുകള് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ വിട്ടുവീഴ്ചകൾ തീർത്തു. 3 പ്രാവശ്യം അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വ്യവസ്ഥയിൽ ചെറിയ മാറ്റങ്ങൾ വരെ വരുത്തിച്ചിരുത്തി. എന്നിട്ടെങ്കിലും ഇങ്ങോട്ട് പിടിച്ചട്ടെ എന്ന് നമ്മുടെ ARCKP പറയുന്നത് പോലെ മൂക്കേറിട്ടിട്ട് ഇങ്ങോട്ട് വലിച്ചു നോക്കി, എന്നാലും ശരി പോത്ത് പൊട്ടിച്ചു പോവാണ്. മൂക്കേറിട്ട് വലിച്ചിട്ടും ശരി ഇവര് പൊട്ടിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക. 3 രീതിയിൽ നമ്മൾ അതിനെ മാറ്റത്തിരുത്തിൽ വരുത്തി. എന്നാലും പറയില്ല കാന്തപുരത്തിന്റെ അടുത്തുള്ളത് എന്താണ്. കാന്തപുരത്തിന്റെ അടുത്തുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് തിരുകേശമാണ് എന്ന് പറയില്ല. പക്ഷെ നിങ്ങൾക്കത് തിരുകേശല്ല എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ വാദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വാദിക്കാൻ സാധിക്കൂല. അതിന് കഴിയുന്ന ഞങ്ങൾ തന്നെയാണ് എന്നാണ് ഏലംകുളത്തുകാരൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ. അവിടെ 1000 വട്ടം അടി ഉറച്ചുകൊണ്ട് SSFന്റെ നേതാക്കൾ പറഞ്ഞു ഷഹറെ മുബാറക്ക്, മർക്കസിലുള്ള ഷഹറെ മുബാറക്ക് ഷഹറെ മുബാറക്കാണെന്ന്. അത് ബർക്കത്തെടുക്കാൻ പറ്റൂല എന്ന് നിങ്ങളവിടെ പറഞ്ഞിട്ടില്ല. അത് 1000 കുതിരശക്തിയോടെ ഇന്നും പറയുന്നു മർക്കസിലുള്ള മുടി ഷഹറെ മുബാറക്കാണ്, അത് ബർക്കത്തെടുക്കാൻ പറ്റും.
ബറക്കത്തെടുക്കാൻ അവിടെ ആയിരങ്ങൾ വരുന്നുണ്ട്. ഹലോ, ഒരു മിനിറ്റ്. ഞങ്ങൾ നിങ്ങളെ 1000 ഒരു കുതിരശക്തിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒറ്റ കുതിര മതി ഞങ്ങൾ 1000 തള്ളിടാം. ഒറ്റ കുതിരശക്തി. ഞങ്ങൾ ചോദിച്ചു, അത് പറഞ്ഞാ പോരാ. അവിടെ നിങ്ങൾ പറഞ്ഞിട്ടില്ല. വാദത്തിൽ ഇങ്ങോട്ട് എഴുതുന്ന്. എന്തോ വാദത്തിൽ ആ പേനെടുത്തിട്ട് അതിൽ എഴുതാത്ര മടി. സംവാദം ഏത് രീതിയിൽ ഞങ്ങൾ ഒഴിഞ്ഞു മാറിയിട്ടുള്ളത്? ആ കടലാസിൽ എഴുതി വെക്കാനാ പറഞ്ഞിട്ട് നിങ്ങളെ വാക്ക് പഴയ ചാക്കു ഒരേപോലെയാണെന്ന് അറിഞ്ഞോണ്ടാണ് ഞങ്ങൾ ഉസ്താദ്മാര് ഇതിന് വ്യവസ്ഥ എഴുതി തന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങോട്ട് എഴുതുന്ന് പറഞ്ഞിട്ട് ഏലംകുളത്തുകാരനെ സാധിച്ചില്ല. ഏലംകുളത്തുകാരൻ പറയാം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ 1000 കുതിരശക്തിയോട് വെല്ലുവിളിക്കുന്നു. അതുപോലെ തന്നെ മറ്റേ KKM സൈദി പറയാണ്, ഇന്റെ വാക്കിൽ നിന്ന് അങ്ങനെ വന്നിട്ടില്ല. അതൊക്കെ പിന്നീട് തീരുമാനിക്കാം. പക്ഷേ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥ അങ്ങോട്ട് എഴുതിട്ട് അവിടെ പറഞ്ഞെന്ന് പറഞ്ഞ ഞങ്ങൾ തൊള്ളിന്ന് വിട്ട കളവേ പറയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് വ്യവസ്ഥയിൽ എഴുതി വെക്കാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പറയാം നിങ്ങൾക്കത് തിരുകേസല്ല എന്ന് വാദിക്കാൻ സാധിക്കൂലെന്നാ. ആണെങ്കിൽ ആണ് എന്ന് എഴുതിയെന്ന് 100 പ്രാവശ്യം പറഞ്ഞില്ലേ. പിന്നെ ഈ ഹാരിസ് എന്നല്ല നേരത്തെ വൈക്കെടുത്ത് എന്ത് പൊട്ടത്തര വിളിച്ചു വരുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും. എടോ, എഴുതിനോ ഇല്ലോ എന്ന് നിന്റെ അവിടെയുള്ള മൂരികളോട് ചോദിക്ക്. നീ ഇരുന്ന് മൈക്കെടുത്ത് മാത്രം പറഞ്ഞാൽ പോരല്ല, എഴുതി കൊടുത്തിന് മർക്കസിലുള്ള തിരികെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. BP കൂടണ്ട മുടിക്കുട്ടിയെ എല്ലാവരും ലോകം മുഴുവൻ കേട്ടതാണ് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് ഹലാലായ നിക്കാഹിൽ പിറന്നു എന്ന് വെല്ലുവിളിച്ച് ഒരുത്തരുണ്ടായിരുന്നു. STVയുടെ അഡ്മിനോ ചെയർമാനൊക്കെ. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ ക്ലിപ്പ് അല്പസമയത്തിനകം KKM സാദി എന്ന് പറയുന്നത് ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനകം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. അതുപോലെ ഈ മുടിക്ക് സനദില്ല എന്ന് തുറന്നു പറയുന്ന അബ്ദുൾ റഷീദ് സഖാഫി ഏലംകുളം അവിടെ മൈക്കെടുക്കാൻ പോലും സംസാരിക്കാതെ പെണ്ണായി കുത്തർന്ന അദ്ദേഹത്തിന്റെ ക്ലിപ്പും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ കേൾപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്ത് അറിയിക്കുക ഈ കാര്യം. ഇനിയെങ്കിലും ഏതെങ്കിലും മുടിക്കാരനായിട്ട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആ പ്രസ്ഥാനം വിടണം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് തിരിച്ചു വരണമെന്ന് അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റെല്ലാവരും ചർച്ചയ്ക്ക് വേണ്ടി അച്ചൂർ ഫൈസ് ഉസ്താദൊക്കെ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ക്ലിപ്പിനായി കാത്തു നിൽക്കുക. അല്പസമയത്തിനകം ക്ലിപ്പ് എത്തും. അതുവരെ അവലോകനം നടക്കട്ടെ. UAE ഇപ്പൊ നിസ്കാര സമയമാണ്, അതുകൊണ്ടാണ് ഒരുപാട് ഉസ്താദുമാർ ഇപ്പൊ ഇല്ലാത്ത. അല്പസമയത്തിനകം നൂർ ഫൈസ് ഉസ്താദ്, സലാം ബാക്കവി എല്ലാവരും തിരിച്ചു വരും എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ആളുകൾ മൈക്ക് എടുക്കാത്തവരൊന്ന് കൈ താത്തണം. മൈക്ക് വേണ്ടാത്തവർ കൈ താത്തണം. അവിടെ ഉള്ളവരുണ്ടെങ്കിൽ മൈക്ക് എടുക്കാത്തവര് അല്ലെങ്കിൽ അടിമിമാര് ആരെങ്കിലും എടുക്കാത്തവർ റൈസ് ഡൗൺ ചെയ്യിപ്പിക്കണം എന്ന് അറിയിക്കുന്നു. അതുപോലെ ഇൻഷാ അല്ലാഹ് നാളെ രാത്രി മറ്റൊരു സംവാദം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വഹാബികളുമായിട്ട് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ സംവാദം നടക്കുകയാണ്. അത് സംവാദമാണ് ഇസ്തിഗാസ വിഷയത്തിൽ. നാളെ രാത്രി ഇന്ത്യൻ സമയം 11:30. ഇന്ന് സംവാദം നടത്താനും വ്യവസ്ഥ നടത്താനും ലോകത്ത് ഒരേ ഒരു സംഘടന മാത്രമേ ഉള്ളത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സംഘടനയായ SKSS മാത്രമാണ്. മുടിക്കാര് ഇതുപോലെ ഓരോന്ന് പറഞ്ഞ് ഊരിപ്പോവാൻ വേണ്ടി മാത്രം വന്നവരാണ്. ഏതായാലും അവരുടെ കൂടാരത്തിൽ തന്നെ അങ്കലാപ്പായിട്ടുണ്ട്. ഏതായാലും ബാർ റൂമിന്റെ ഫത്വ വന്നിട്ടുണ്ട്. ഇത് സംഘടന അംഗീകരിച്ചതല്ല, അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ ബന്ധമില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അല്ലാഹു കാക്കുമാറാവട്ടെ. ഇവിടെ സെറിൽ നിന്നും അടുത്ത ആളുകൾ മസ്നവി അവിടെ അല്ലേ? മസ്നവിയൊക്കെ അവിടെ അല്ലേ? മസ്നവിയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ മൈക്കിൽ വരണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതുവരെ ഈ നമ്മളെ പരിപാടിയൊക്കെ ഈ വിഭാഗത്തിന് കേട്ടപ്പോ വിചാരിച്ചിരുന്നു ഉടച്ച മൂരിയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഉടച്ചതും ഇല്ല. ഇന്ന് ആകെ പൊട്ടി തൂഫാനായില്ലേ. ഉടച്ചത് പോയിട്ട് ഒടാനും കൂടെ ആണ് വേണ്ടേ ഉടക്കാന്. അബ്ദുൾ റഷീദ് എന്ന് ആ 10,000 കുതിരശക്തിയോടുകൂടി വെല്ലുവിളിച്ചിട്ട് അദ്ദേഹം പെണ്ണായി പോയി. ഉടക്കണമെങ്കിൽ ആണാവണം, പെണ്ണിനെ ഉടക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? മണ്ണാർക്കാട് തൊട്ടടുത്തുള്ള അബ്ദുൾ റഷീദ് സക്കാഫി വന്നിട്ടാണ് പോയത്, കണ്ടില്ലേ? ഈ അസർമുല്ല താജി എന്ന് പറയുന്നവൻ 8 സ്റ്റാറുള്ള പള്ളിയിൽ പോയിട്ട് 6 സ്റ്റാർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞ ആളാണ്. ഇപ്പൊ അദ്ദേഹം ജുമാ മസ്ജിദ് മുങ്ങി വന്നു. ആ അസർമുല്ലൻ ഇപ്പൊ വന്നിട്ട് ഉടച്ചു പോയി എന്നറിഞ്ഞിട്ട് ഉടക്കണമെങ്കിൽ പെണ്ണ് പോയിട്ട് ആണാവണ്ടേ? ഒരു ആണിനെ കൊണ്ടുവരാൻ കഴിഞ്ഞ അവിടെ
മുടിക്കുട്ടികൾ BP കൂടാതെ മാന്യമായിട്ട് മൈക്ക് വരണമെന്ന് അറിയിക്കുന്നു. തലച്ചോറില്ല SSFിൻ മക്കളെ വിൽക്കും കാന്തപുരം സമസ്തയുണ്ട് ഇവിടെ KICRും എന്നും SKSSF കാന്തപുരമിന്ന് കള്ളമുടിയും കൊണ്ട് കേരള നാട്ടിലെന്ന് ചേർന്നിട്ടുണ്ട് കള്ളമൊഴികൾ കൊണ്ട് മുത്ത് ഹബീബിനെ നിന്ദിച്ച് നടക്കുന്നുണ്ട്. ബോംബെ ചോറ് ബസാറിൽ നിന്നൊരു ജാലിയവാലയെ കണ്ടെത്തി കള്ളമുടി സനതും കൊണ്ടവർ നമ്മുടെ നാട്ടിലും ഇന്നെത്തി. ബോംബെ ചോറ് ബസാറിൽ നിന്നൊരു ജാലിയവാലയെ കണ്ടെത്തി കള്ളമുടിയും സനതും കൊണ്ടവർ നമ്മുടെ നാട്ടിലും ഇന്നെത്തി. കള്ളമുടിയും സനതും കൊണ്ടവർ നമ്മുടെ നാട്ടിലും ഇന്നെത്തി. കോഴിക്കോടും പിന്നെ സർക്കസിലും നമ്മുടെ എല്ലാ ദേശത്തും കാന്തപുരമിന്ന് കള്ളമുടിയും കൊണ്ട് കേരള നാട്ടിലെന്ന് ചേർന്നിട്ടുണ്ട് കള്ളമൊഴികൾ കൊണ്ട് മുത്ത് ഹബീബിനെ നിന്ദിച്ച് നടക്കുന്നുണ്ട്. ഖസ്റജ് മുടിയനെ സ്വീകരിച്ചൊരു പടി കള്ളക്കഥകൾ പറയുന്നു. പൈസ പിരിച്ചും വെള്ളം വിറ്റും ദീനിൻ പാത കെടുത്തുന്നു. തലച്ചോറില്ല SSFിൻ മക്കളെ വിൽക്കും കാന്തപുരം. തലച്ചോറില്ല SSFിൻ മക്കളെ വിൽക്കും കാന്തപുരം. സമസ്തയുണ്ട് ഇവിടെ KICRും എന്നും SKSSF. സർക്കസ് എന്ന കൂടാരത്തിൻ മേന്മ നടിക്കും കാന്തപുരം. ചിന്തയിലെന്നും സമ്പത്തിന്റെ ചൂട് പകർത്തിയ ഔക്കർച്ച. സർക്കസ് എന്ന കൂടാരത്തിൻ സർക്കസ് എന്ന കൂടാരത്തിൻ മേന്മ നടിക്കും കാന്തപുരം. ചിന്തയിലെന്നും സമ്പത്തിന്റെ ചൂട് പകർത്തിയ കാന്തപുരം. തലച്ചോറില്ല SSFിൻ മക്കളെ വിൽക്കും കാന്തപുരം. തലച്ചോറില്ല SSFിൻ മക്കളെ വിൽക്കും കാന്തപുരം. സമസ്തയുണ്ട് ഇവിടെ KICRും എന്നും SKSSF. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചാടിയതിൽ എല്ലാവരോടും ആദ്യമായി ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ നേരത്തെ മുകളിലായിരുന്നു, എന്തൊക്കെയോ കാരണം കൊണ്ട് താഴെ പോയതാണ്. കട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തായാലും അൽഹംദുലില്ലാ നമ്മൾ ഇത്രയും നേരം മണ്ണാർക്കാട്ടിൽ നിന്നുള്ള നല്ല ഒരു പരിപാടി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായും അതിൽ ഈ സുന്നത്ത് ജമാഅത്ത് തലയിലേറ്റി തോളിലേറ്റി നടക്കുന്നു എന്ന് വാദിക്കുന്ന ആ വേഷധാരികൾ എന്ന് തന്നെ അവരെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. പണ്ഡിതന്മാരെ എന്നോ ഉസ്താദുമാരോ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഒരിക്കലും ആ ഒരു വാക്ക് അവർക്ക് അനുയോജ്യവുമല്ല. കാരണം ഇത്രയും നേരം അവരുമായി നമ്മുടെ ഉസ്താദുമാര് ഏതെങ്കിലും രൂപത്തിൽ ഒരു സംവാദത്തിലേക്ക് തയ്യാറാവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച് വാദങ്ങൾ മാറ്റിയിട്ടില്ല എങ്കിലും അവർ പറയുന്ന ആ വാദത്തിലേക്ക് പോയിട്ടെങ്കിലും നമ്മളിവിടെ എന്നും ചെയ്യാറുള്ളത് പോലെ സംവാദത്തിന് അവർ തയ്യാറാവട്ടെ എന്ന് വിചാരിച്ച് ഒരുപാട് നേരം മെനക്കെട്ടു. പക്ഷെ അവർ സ്ഥിരം ഉപയോഗിക്കാറുള്ള അവരുടെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി തീർച്ചയായിട്ടും നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞ മാർഗത്തിലേക്ക് അവർ അടുക്കാതെ അവർ വഴുതി മാറിയിരിക്കുകയാണ്. എന്തായാലും അൽഹംദുലില്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ മണ്ണാർക്കാട് എന്ന സ്ഥലത്ത് അവരുടെ കള്ളത്തരങ്ങളെ പൊള്ളത്തരങ്ങളെ മറവ് ചെയ്തു എന്ന് മാത്രമേ നമുക്കതിന് പറയാൻ പറ്റുകയുള്ളൂ. 1000 കുതിരശക്തികൾ കൊണ്ട് വെല്ലുവിളിച്ച ആളുകൾക്ക് ഒരു കഴുതശക്തിയെങ്കിലും അവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമാണ് നമുക്ക് ഈ സമയത്ത് പറയാനുള്ളത്. എന്തായാലും ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ അവർക്ക് പുറകെയുണ്ട് എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കാം. ഇൻഷാ അല്ലാഹ് വീണ്ടും ഇവരെ ഒരു സംവാദത്തിലേക്ക് കൊണ്ടുവരാൻ സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ ഇന്നും തയ്യാറാണ് എന്ന് അറിയിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, നമ്മൾ വളരെയധികം സന്തോഷിക്കുന്ന ഒരു സമയത്താണ് നാമുള്ളത്.
ഇതാണ് ഇവരുടെ അവസ്ഥയെങ്കിൽ, ഇവരുടെ വലിയ ഉസ്താദ്മാരുടെ അവസ്ഥ ഇതാണെങ്കിൽ, ഇപ്പൊ ഇവിടെ വന്ന് മൈക്കെടുക്കുന്ന ഓരോരുത്തരുണ്ടല്ലോ, എസ്.സിയുടെയും അതേപോലെ ബാത്റൂമിലേക്ക് ആളുകൾ വന്നിട്ട് ഇവിടെ മൈക്കെടുക്കുന്നത്, ഇവരുടെ കൂട്ടത്തിൽ ഇത്തരക്കാരേ ഉള്ളൂ. ഇവരുടെ വലിയ തലതൊട്ടപ്പന്മാരുടെ അവസ്ഥ, മർക്കസിലുള്ള മുടി ഞങ്ങളുടെ നബിയുടേതാണെന്ന് പറയാൻ പോലും, എന്ന് വ്യവസ്ഥ എഴുതാൻ പോലും തയ്യാറില്ലാത്ത ഒരു സമൂഹമാണ് ഇവർ. ഇനി എ.പി. അബൂബക്കർ മുസ്ലിയാർ, ഞാൻ പറയാറുള്ള പോലെ എ.പി. അബൂബക്കർ മുസ്ലിയാർ ഇത് ഞാൻ വഞ്ചിക്കപ്പെട്ടു, ഞാൻ ആ മുടി വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞാൽ പോലും ഇതുമായി നടക്കാനല്ലാതെ ഇതെല്ലാം ഇവരുടെ അഹന്തയാണ്, ഇവരുടെ അഹങ്കാരമാണ്. ഇനി ആ ഗ്രൂപ്പിലുള്ളത് ഇത്തരം ആളുകൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇന്ന് അവിടെ സംവാദത്തിന് വന്ന ഉസ്താദന്മാർക്കെല്ലാം അവർക്കെല്ലാം മർക്കസിൽ നിന്ന് ഒരു ഓഹരി കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് അല്ല എന്ന് പറയാൻ തയ്യാറാവാത്തത്. എന്തെന്നാൽ ഇവരെല്ലാം രഹസ്യ സംഭാഷണങ്ങളിലെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് മുസ്ലിങ്ങളുടെ ഷാർമബാർക്ക് അല്ല എന്ന്. പക്ഷെ അത് പരസ്യമായി പറയാത്തത് അവിടുന്ന് കിട്ടുന്ന തൊട്ട് ഇല്ലാതാകും എന്നതുകൊണ്ട് മാത്രമാണ്. ഇനി ഓൺലൈനിൽ കയറാറുള്ള എല്ലാ മുടിക്കുട്ടികൾക്കും എല്ലാ എസ്എസ്കാർക്കും ഈ കാര്യം വ്യക്തമായി അറിയാം, ഇത് റസൂലിന്റേതല്ല. അതല്ല ഓൺലൈനിലും കയറുന്നില്ല ആളുകൾ, നാട്ടിലൊരു പ്രസംഗങ്ങളും ഒരു സമ്പാദ്യ പരിപാടികളും അറിയാത്ത എസ്എസ്കാർ ഒരുപാടുണ്ട്. ഇത്തരം ഇവരുടെ ചതിക്കുഴികളൊന്നും അറിയാത്ത ഒരുപാട് എസ്എസ്കാരുണ്ട്. അവർ ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രമൊന്നല്ലാതെ ഇവിടെ ക്ലാസ് റൂമുകളിൽ വരുന്ന തെറി പറയാൻ വേണ്ടി മാത്രം വരുന്ന ഇത്തരം കുറച്ച് ആളുകൾ, കുഞ്ഞാടുകൾ മാത്രമേ അപ്പുറത്തുള്ളൂ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അധികമൊന്നും പറയുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സത്യത്തില് സംവാദം കേട്ടപ്പോ സംവാദത്തിന്റെ വ്യവസ്ഥ എന്താണെന്ന് പറയാൻ വരെ അവർക്ക് കഴിയണില്ല. പിന്നല്ലേ അവർക്ക് സംവാദം നടത്താൻ കഴിയാ? സംവാദത്തിന്റെ വ്യവസ്ഥ എങ്ങനെ, അതുവരെ എങ്ങനെ പറയണമെന്ന് അവർക്ക് കഴിയുന്നില്ല. എന്നിട്ടല്ലേ സംവാദം നടത്താൻ കഴിയാ? ഇവിടെ സംവാദം നടക്കാഞ്ഞതും ഒരു അൽഹംദുലില്ലാ എന്ന് പറയാം. കാരണം എന്താ വെച്ചാല് സംവാദം നടന്നിട്ടുണ്ടെങ്കിൽ, അവരോടൊക്കെ സംവാദം നടന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയും, എന്താ ഈ ചെറിയ കുട്ടികളോട് ഒന്നും അറിയാത്തവരാണ് SKSF സംവാദം നടത്തി ജയിച്ചെന്ന് പറയും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവരൊക്കെ കാര്യം അറിയിക്കുമ്പോ. ഏതാണെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. നമ്മളെ MT അബൂബക്കർ ഉസ്താദിന്റെ മന്തിക്ക് ക്ലാസ് എന്തായിരുന്നതാ, മൂജവ കൊല്ലി സാലിവ കൊല്ലി, മന്തിക്ക് എന്താന്ന് തന്നെ അറിയില്ല. മറ്റേ ജാഫർ സക്കാഫിയുടെ ഒക്കെ വർത്താനം കേട്ടാലേ മൂപ്പർക്ക് മന്തിക്ക് എന്താണെന്ന് തന്നെ മനസ്സിലായിട്ടില്ല. ഏതാണെങ്കിലും ഇങ്ങനൊരു സംവാദ വ്യവസ്ഥ കേരള ഇതുവരെ കണ്ടിട്ടുണ്ടാവൂല. എന്താണെങ്കിലും നന്മ മനസ്സിലാക്കാന് അല്ലാഹു തീർച്ചയായിട്ടും അന്ന് ഇപ്പൊ കൂടിയ സംവാദ വ്യവസ്ഥയിൽ കൂടിയ ഒരുപാട് ആളുകൾ എത്രയും പെട്ടെന്ന് SKSFക്ക് വരാനുള്ള വലിയ സാധ്യത ഉണ്ട്. അതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഓൾഡാ ഇറങ്ങിപ്പോക്ക് കണ്ടപ്പോ തന്നെ ഏകദേശം മനസ്സിലായിക്കണോ, ഇല്ല ഞങ്ങളെ കൊണ്ട് ഇതിനൊന്നും പറ്റൂല, ഇവരോട് ഏറ്റുമുട്ടാൻ മാത്രം ഞങ്ങളൊന്നും ആയിട്ടില്ല എന്നുള്ള ഒരു രൂപം. ഏതാണെങ്കിലും അല്ലാഹു നല്ലത് സത്യമായിട്ട് മനസ്സിലാക്കാൻ, മിഥ്യയായിട്ട് മനസ്സിലാക്കാൻ എല്ലാവർക്കും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും. കുറെ ബസ് അടിച്ചിട്ടൊന്നും കാര്യമില്ല, തോറ്റവരുടെ അവസ്ഥയാണ് ഇതൊക്കെ. അസ്സലാമു അലൈക്കും. ഏതാണെങ്കിലും സംവാദത്തിനുണ്ടായ എല്ലാ ആളുകൾക്കും എന്റെ എല്ലാ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമ്മുൽ ജവാമിന്റെ കിതാബില് ജഹ്ലു മുറക്കബ് പറയും. ജഹ്ലു മുറക്കബിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ജാഫർ സഖാഫി. യാ റബ്ബി, ഞാൻ ആ സമയത്ത് എല്ലാരോടും ആ സമയത്ത് ശരിക്കും പിയം പഠിച്ചു. ഇന്ന് നടന്ന ലൈവില് ജഹ്ലു മുറക്കബിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണം ജാഫർ സഖാഫി കയ്പമംഗലം. എന്റെ റബ്ബേ, എന്തൊക്കെയാണ് പറയുന്നേ. ഏതായാലും പിന്നെ നമ്മുടെ ഉസ്താദന്മാരോട് കിതാബ് വെച്ചിട്ടൊന്നും കളിക്കാൻ മാത്രം ഇവരായിട്ടില്ല. ഏതായാലും അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം. ഇങ്ങനെയൊക്കെ ഒരു ഇവരൊക്കെ ഇങ്ങനെ കിട്ടിയല്ലോ, കയ്യിൽ ഇങ്ങനെ കിട്ടിയിട്ട് ഇങ്ങനെ കിതാബിന്റെ ആളെ എന്താണ് KM സൈദൊക്കെ അവസാനം ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക. ചെയർമാനാണ്. പിന്നെ ബാവാമീറ പിന്നെ
അത് ശരി, അങ്ങനെ അബു അഫീഫാത്ത്. ഇല്ല, ഞാൻ അയൽവാസികളെ കളിയാക്കിയിട്ടില്ല അബുതായർ, ഞാൻ അയൽവാസികളെ കളിയാക്കിയിട്ടില്ല. പാവല്ലേ മൂപ്പര്, അത് മൂപ്പർക്ക് തന്നെ അറിയില്ല. ജഹീൽ മുറക്കബിന്റെ പ്രത്യേകത അതാണല്ലോ അല്ലെ. ഓക്കെ, ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. സത്യം ഇവിടെ ഇങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പൊ ഓരോ സമയത്തും എസ് ജിയിൽ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി, എന്തുകൊണ്ട് മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയോ പിന്നെ ലൈവോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവര് പറയുന്നു സംഘടനയ്ക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലാന്ന്. ഞാൻ ഇന്നലെ മലബാർ സുഹൃത്തുക്കൾ ഒരു ടിപ്പ് വയ്ക്കരാം. ഞാൻ ഇന്നലെ മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ഒരു അഡ്മിന്, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അഡ്മിനുമായി സംസാരിച്ചു. അപ്പൊ പറഞ്ഞു സംഘടനയ്ക്ക് ഒരു ബന്ധമല്ല, SSF-ന് ബന്ധമല്ല, SYS-ന് ബന്ധമല്ല, കാന്തപുര ഉസ്താദിന്റെ ടീമിന് ബന്ധമല്ല എന്നുള്ള രീതിയിൽ സംഘടനക്കും ഒരു ബന്ധമല്ല, സംഘടനയെ അറിയിച്ചിട്ടില്ല, സംഘടന ഇങ്ങനെ ഒരു വിഷയം തന്നെ അറിയുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും വല്ലാത്തൊരവസ്ഥയാണ് ഏലംകുളം റഷീദ്. ഇങ്ങനൊക്കെ ഉണ്ടോ നാണം കെടുന്നതിന്റെ നല്ല ഉദാഹരണം ജഹീൽ മുറക്കബ്. ജഹീൽ എന്താണ് റബ്ബേ. ഏതായാലും ഞാൻ മൈക്ക് റിലീസ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ പ്രിയപ്പെട്ട AP സുഹൃത്തുക്കള് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഇത്രയും കേട്ടിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി, എന്തുകൊണ്ട് അവർക്കിത് തിരികേശമാണെന്ന് ഉറപ്പിച്ച് പറയാൻ അവർക്ക് വയ്യ. അത് മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്നിട്ടൊന്ന് ശരിക്കും ചിന്തിച്ചു നോക്കി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണെന്ന്. പിന്നെ നിങ്ങൾ സുഹൃത്തുക്കളോട് പറയുന്ന നിങ്ങൾ കൊടുക്കുന്ന സംഭാവനകളൊന്നും പാഴാവുന്നില്ല എന്ന് മനസ്സിലാവുന്നു. അവിടുത്തെ സക്കാഫിമാരെ ഡ്രസ്സും വാച്ചും ഷൂ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾ കൊടുക്കുന്ന സംഭാവന പാഴാവുന്നില്ല എന്ന്. എല്ലാവരോടും ദ്വാവസ്യത്തോടെ സമയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈക്ക് ചാടിയത് ക്ഷമിക്കണം. പിന്നെ എന്റെ പൊന്നാര ഹാപ്പി കുട്ടികളെ, ഇന്നത്തെ സംവാദത്തില് ഇന്ന് നിങ്ങൾക്ക് ലാസ്റ്റത്തെ ഇത് കേട്ടാൽ തന്നെ അറിയില്ല അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളത്. കാരണം നിങ്ങളൊരു സക്കാഫിനെ പറഞ്ഞിരുന്നു, അത് തിരികേശം ആണെങ്കിൽ എന്നുള്ള അതേ രൂപത്തിലുള്ള ഒരു വാക്കാണ് ഇന്ന് പറഞ്ഞത്. ഒരു കമ്പി, ആ കമ്പിയിൽ കരണ്ട് ഉണ്ടെങ്കിൽ അയാൾ മരിച്ചു പോകും, കരണ്ട് ഇല്ലെങ്കിൽ അയാൾക്കൊന്നും സംഭവിക്കില്ല. അതേ രൂപത്തിലുള്ള അതേ വാക്കുകളാണ്. ഇത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിവുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. എന്താ കസീദ വന്ന് കൊരക്കണ്? നേതാക്കന്മാര് പറ്റിച്ചപ്പോ കസീദക്ക് എന്തോ ഒരു കൊര വരണു. ഇനിയിപ്പൊ അതന്നെ നല്ലത്. കാരണം ഇനി കൊര ആയിട്ടും പലതായിട്ടും വരും. പല നിലക്കും പല കുട്ടികളെയും ഇനി പല ടെക്സ്റ്റിലൂടെയും കാണാം. എന്നാൽ ഇതാ ഉസ്താദുമാരുടെ പണ്ഡിതന്മാരുടെ മുന്നിൽ സക്കാഫി എന്ന് പറഞ്ഞുകൊണ്ട് വേഷം കെട്ടിക്കൊണ്ട് പോസ്റ്ററൊട്ടിച്ച് റോട്ടിലൂടെ നടന്ന ആളുകൾ വന്ന് മുന്നിലിരുന്നു കൊണ്ട് ഒരു സ്വന്തം നേതാവ് കൊണ്ടുവച്ച 4 രോമം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചാണ് അവർക്ക് തന്നെ ഉറപ്പുള്ളത് കൊണ്ട് ഒരിക്കൽ പോലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ സാധിക്കാതെ മുങ്ങിയ നാണമില്ലേ SSF-ന്റെ കുട്ടികളെ? ഇനിയെങ്കിലും ഐഡി മാറിക്കൊണ്ട് മാന്യമായ രീതിയിൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം വന്നിരിക്കുക. കസീദൊക്കെ ശരിയായിക്കൊള്ളും ഇൻഷാ അല്ലാഹ്. ഏതായാലും കേരള ഇസ്ലാമിക് ക്ലാസ് റൂം അല്പം മൂപ്പര് കൂടുതൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ പല ആളുകൾക്കും ഇൻഷാ അല്ലാഹ് SSF കുട്ടികൾക്കുള്ള സ്വീകരണം കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇന്നത്തോടു കൂടി ഒരുപാട് ആളുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. അവരുടെ
പല ആളുകൾക്കും PM അടിച്ച രേഖകളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. ഏതായാലും അതൊക്കെ പിന്നീട് നമുക്ക് പുറത്തെടുക്കാം. അല്പസമയത്തിനകം നമ്മുടെ നൂർ ഫൈദ് ഉസ്താദ് എത്തും, ARCKP എത്തും, അതുപോലെ നാട്ടിൽ നിന്ന് സുന്നിസം ഒക്കെ എത്തും എന്നും കൂടി അറിയിക്കുന്നു. ഏതായാലും PM അടിക്കണം 1, 2, 3 AP കുട്ടികളുണ്ട്. ഇനിയെങ്കിലും ആ മൗലിയന്മാർക്കൊന്ന് വിളിച്ചുകാണ്ട് ചോദിച്ചു എന്തിനാ മൗലിയർ ഇതിന് പോയി കയ്പമംഗലത്ത് നിന്ന് മണ്ണാർക്കാട് വരെ വണ്ടി കയറിക്കണ്ട് എന്തിനാ പോയത്? ഇത് പറയാനായിരുന്നോ, ഊരി പോരാനായിരുന്നോ ഈ മണ്ണാർക്കാട് വരെ പോയതെന്ന് പ്രത്യേകം അവരൊന്ന് വിളിച്ച് ചോദിക്കണം. SSFന്റെ കുട്ടികൾ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ. അതല്ല മുഖം മൂടിയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളെ ഗതി ഇനി അധോഗതി തന്നെയാണ്. ഏതായാലും ഇനി ക്ലിപ്പ് മസ്നബി അവിടെ ഉണ്ടോ? ക്ലിപ്പ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ക്ലിപ്പ് മസ്നബി വെക്കുന്ന അർത്ഥം അറിയിച്ചിരുന്നു. ഓക്കെ, ആ ക്ലിപ്പ് വരട്ടെ, ഒന്ന് റൈസാൻഡ് ചെയ്യും. കാരണം ആളുകൾ ആവേശത്തോടുകൂടി കാത്തിരിക്കണം. റേഡിയോ ശ്രോതാക്കൾ ആയിരക്കണക്കിന് ആളുകൾ അതുപോലെ പല സ്ഥലത്തും നമ്മുടെ സംഭാഷണം ലൈവായിക്കൊണ്ട് പ്രൊജക്ടർ വെച്ചിട്ട് കേൾക്കുകയും കാണുകയും ചെയ്യാണ്. ഒരു ഐഡിയുടെ ബാക്കിൽ തന്നെ പല സെന്ററുകളിലും 100 കണക്കിന് ആളുകൾ ഇത് കാണുന്നുണ്ടായിരുന്നു. മസ്നവി എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ലിപ്പ് 2 മിനിറ്റ് ഇപ്പോൾ വെക്കും. KKM സാജി എന്നവരുടെയും അതുപോലെ അബ്ദുൾ റഷീദ് സക്കാഫിയുടെയും ക്ലിപ്പ് ഇപ്പോൾ വെക്കും. ഏതായാലും അതിന്റെ മുന്നേ ആരെങ്കിലും മറ്റാരും മൈക്കെടുക്കണം എന്നറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ അവലോകനം പല സമയങ്ങളായിട്ട് നമ്മൾ വീണ്ടും ഈ സംവാദ വ്യവസ്ഥ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഇനിയും പല സമയങ്ങൾ കേൾപ്പിക്കും. കേൾക്കാത്ത ആളുകൾക്ക് ഇനിയും അങ്ങനെ അവസരം കേരള ഇസ്ലാമിക് ക്ലാസ് റൂം നൽകും. അതുപോലെ സുന്നി ഗാലറി blogspot.com അതിൽ സന്ദർശിച്ചാൽ കേൾക്കാനും കഴിയും. കാരണം മറ്റുള്ളവരൊക്കെ ഇതോടുകൂടി ആ പരിപാടി നിർത്തിപ്പോവും. ഇനി എന്തിനാ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാണ്ട് അതുകൊണ്ട് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇതിന്റെ പിറകിൽ നിന്നും ഈ ജിഹാദിൽ നിന്നും ഒളിച്ചോടൂല, വീണ്ടും ഞങ്ങൾ ഉണ്ട് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഏതായാലും ഹലാലായ നിക്കാഹിൽ പിറന്നു എന്ന് വെല്ലുവിളിച്ച ആ KKM സാദിയുടെ ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനകം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം കുറ്റിക്കടവ് സാഹിബ് ഉണ്ടോ? സലാം കുറ്റിക്കടവ് സാഹിബ് ഉണ്ടോ? സലാം കുറ്റിക്കടവ് സാഹിബ് ഉണ്ടോ? അച്ചൂർ ഫൈൽ ഉസ്താദ് അവിടെ ഞാൻ നിസ്കാര സമയമായിരിക്കും. അബു മുഹമ്മദ്, അഷ്റഫ് കാഞ്ഞങ്ങാട് ഒന്നില്ലെങ്കിൽ കൈതാത്തണം. നമ്മളെ അലിസ്റ്റിക്കാമ കൈതാത്തണം. ഫിദൂസ് അച്ചൂർ ഫൈൽ ഉസ്താദ് ഉണ്ട്. ഉസ്താദ് മൈക്ക് എടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അതിനുശേഷം മസ്നവി ക്ലിപ്പ് ഇടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അച്ചൂർ ഫൈസി ഉസ്താദ് ശബ്ദം കേൾക്കുന്നില്ലേ? അച്ചൂർ ഫൈസി ഉസ്താദ് ശബ്ദം കേൾക്കുന്നില്ലേ? മാഷാ അല്ലാഹ്. മസ്നവി ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നെറ്റ് എന്തോ പ്രശ്നമുണ്ടോ എന്നറിയില്ല. മൈക്കിൽ വന്നു പിന്നെ ഒന്നും കേട്ടില്ല, പിന്നെ മൈക്ക് പോയും ചെയ്തു. എന്തായാലും ഉസ്താദ് റൈസാൻഡ് ചെയ്യണമെന്ന് അറിയിക്കുന്നു. മസ്നവി ഉസ്താദ് എത്തിയിട്ടുണ്ട്. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കാലോ അല്ലേ? കേൾക്കാലോ. ഇൻഷാ അല്ലാഹ് അമീർ നേരത്തെ പറഞ്ഞ ആ ക്ലിപ്പ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ സംവാദ വ്യവസ്ഥയ്ക്ക് വേണ്ടി ഇരുന്നപ്പോൾ ചർച്ച ചെയ്ത വിഷയമാണ്. ധാരാളം ആളുകൾ, ഒരുപക്ഷെ പുതിയ പ്രവർത്തകരൊന്നും കേട്ടിട്ടുണ്ടായിരിക്കില്ല. ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല, ഡയറക്റ്റ് അതങ്ങ് കേൾപ്പിക്കാം. വാക്കുകളെക്കാൾ വാചാലം, വാക്കുകളെക്കാൾ വാചാലം എന്ന് നമ്മൾ പറയാറുണ്ട്. വിശദീകരണത്തിന്റെ ആവശ്യമില്ല. കേൾക്കാൻ റെഡിയാണല്ലോ അല്ലേ? ഓക്കെ. നോയ്സ് വേരിയേഷൻ ഉണ്ടെങ്കിൽ അറിയിക്കണം. ശബ്ദ വ്യക്തത ഇല്ലെങ്കിൽ അറിയിക്കണം. ഞാൻ വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളായിട്ട് എന്താ സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് സ്വകാര്യമാണെങ്കിലും സാധാരണഗതിയിൽ അവരൊന്നും പുറത്താക്കാറില്ല.
ഓലൊക്കെ പുറത്താക്കിയിട്ട് ഉസ്താദ് ബഷീറാജിയോട് സംസാരിച്ചു. അപ്പൊ ചുള്ളിക്കോട് ബഷീറാജിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങളിപ്പോ വന്നോളൂം, ഞാൻ വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളായിട്ട് എന്നാൽ സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞോളീന്ന് പറഞ്ഞു. അങ്ങനെ ബഷീറാജ് വിഷയങ്ങളൊക്കെ സംസാരിച്ചു. അവിടെ നടക്കുന്ന കാര്യങ്ങളും ചിലതൊക്കെ കുറച്ച് തന്നെ പറഞ്ഞു. അങ്ങനെ ഈ പ്രസംഗന്മാരുടെ ഇപ്പോഴത്തെ ഈ പോക്കും നമുക്ക് എന്തുമാത്രം നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള സംഗതിയൊക്കെ ബഷീറാജ് എന്ത് ചെയ്തു, നമ്മളൊക്കെ മനസ്സിലാക്കിയ കുറെ കാര്യം ബഷീറാജ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് ബഷീറാജ് എന്ത് ചെയ്തു, നല്ലോണം സ്ട്രോങ്ങിൽ പറഞ്ഞു. അങ്ങനെ ബഷീറാജ് എന്ത് ചെയ്തു, ഞാനിപ്പോ എനിക്ക് വേണ്ടത് ഈ ഇക്ബാൽ വലിയറിഞ്ഞ നമ്പറാണ്, അതെനിക്ക് ആവശ്യമുണ്ട്, എന്തിനാ വെച്ചപ്പോ ജിഷാന് കൊടുക്കാൻ തന്നെയാണെന്ന് പറഞ്ഞു. നല്ല കഥയാ. അപ്പൊ നിങ്ങൾ തലേദിവസം വിളിച്ചിരുന്നു പറഞ്ഞു എത്ര മുമ്പ്. എന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോ എങ്ങനെ അയാളൊക്കെ നമ്മള് ബന്ധമില്ലായിരുന്നു ആദ്യം, അന്നിങ്ങനെ കൂടി തന്നല്ലാതെ നമ്മള് പിന്നെ അയാളെ ബന്ധപ്പെടാനോ വിളിക്കാനൊന്നും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ആദ്യം. പിന്നെ പറഞ്ഞു, ഇനിയിപ്പോ നമ്പർ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എന്ത് വിശ്വസിച്ചാ നിങ്ങൾക്ക് നമ്പർ തരാം, നിങ്ങൾ നാളെ അല്ല നിങ്ങൾ നാളെ മാറിയാലോ. അതെ എന്നൊക്കെ പറഞ്ഞു ആദ്യം. പിന്നെ പറഞ്ഞു, ഇനിയിപ്പോ നമ്പർ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എന്ത് വിശ്വസിച്ചാ നിങ്ങൾക്ക് നമ്പർ തരാം, നിങ്ങൾ നാളെ അല്ല നിങ്ങൾ നാളെ മാറിയാലോ. അതെ അങ്ങനെ തിരിച്ചതോ കിട്ടിയില്ല, കൊടുത്തില്ല. ഇല്ലല്ല നമ്പർ കൊടുത്തില്ല. അതിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോ സംഭവം എന്ന് പറഞ്ഞാല് നമ്മളൊന്നും പിന്നെ പിന്നെ ഇസ്മായിൽ തോട്ടുമുക്ക് എന്ന് പറഞ്ഞാൽ ഞാനും വെറും തീട്ടമുക്കെന്ന് വേണേ പറയാം. നമ്മളാ അത്രയും താണു കിടക്കുന്ന ഒരാളെന്നാ പറഞ്ഞതിനർത്ഥം. അപ്പൊ ഇന്നലെ മുഷാവറ കഴിഞ്ഞിട്ടുള്ള യോഗത്തിലും ഷേഖുന എന്റെ കുറച്ച് ബഹുമാനങ്ങളൊക്കെ ആണെന്ന് എടുത്തു പറഞ്ഞെന്ന് ഞാൻ കേട്ടു. അത് എങ്ങനെ അതായത് ഇവരെ ഈ പിന്നെ 10-40 പ്രവാസികരെ വിളിച്ചുകൂട്ടിയിരുന്നു. ആ പ്രവാസികരെ വിളിച്ചുകൂട്ടിയിട്ടുള്ള പരിപാടിയിൽ അതിൽ പിന്നെ മമ്പാട് വെച്ചിട്ടുള്ള മമ്പാടും കൊളത്തൂരും പൊന്മുളസ്ഥവും പോയിട്ടില്ല. പൊന്മുളയും കൊളത്തൂരും മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയെന്നാണ് എനിക്ക് കിട്ടിയ സൂചനകള്. പിന്നെ ബാക്കി അതിലുള്ള അവിടെ പങ്കെടുത്തതിൽ അഹ്സനിക്കും മറ്റേ അതുപോലെ തന്നെ ഇയാൾ ഇന്നലെ മുഷാവറ കഴിഞ്ഞിട്ടുള്ള യോഗത്തിലും ഷേഖുന എന്റെ കുറച്ച് ബഹുമാനങ്ങളൊക്കെ ആണെന്ന് എടുത്തു പറഞ്ഞെന്ന് ഞാൻ കേട്ടു. അത് എങ്ങനെ അതായത് ഇവരെ ഈ പിന്നെ 10-40 പ്രവാസികരെ വിളിച്ചുകൂട്ടിയിരുന്നു. ആ പ്രവാസികരെ വിളിച്ചുകൂട്ടിയിട്ടുള്ള പരിപാടിയിൽ അതിൽ പിന്നെ മമ്പാട് വെച്ചിട്ടുള്ള മമ്പാടും കൊളത്തൂരും പൊന്മുളസ്ഥവും പോയിട്ടില്ല. പൊന്മുളയും കൊളത്തൂരും മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയെന്നാണ് എനിക്ക് കിട്ടിയ സൂചനകള്. പിന്നെ ബാക്കി അതിലുള്ള അവിടെ പങ്കെടുത്തതിൽ അഹ്സനിക്കും മറ്റേ അതുപോലെ തന്നെ ഇയാളും മറ്റേ അബ്ദുസമദ് അൻവരിക്കും മാത്രമേ ഒരു ചിരിയുള്ള മുഖം ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാരും മ്ലാനത അറിഞ്ഞ മുഖമായിരുന്നു എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ഉള്ളപ്പോഴും കഥയില്ലാതെ പറയുന്നത്. അത് മാത്രല്ല ഈ അബ്ദുസമദ് അൻവരിനെ എന്ത് വകയിലാണ് കൂട്ടിപ്പോയെന്ന് ഞാൻ ചോദിക്കുന്നത്. അയാൾ ഞാൻ പിന്നെ ബാക്കി അതിലുള്ള അവിടെ പങ്കെടുത്തതിൽ അഹ്സനിക്കും മറ്റേ അതുപോലെ തന്നെ ഇയാളും മറ്റേ അബ്ദുസമദ് അൻവരിക്കും മാത്രമേ ഒരു ചിരിയുള്ള മുഖം ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാരും മ്ലാനത അറിഞ്ഞ മുഖമായിരുന്നു എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ഉള്ളപ്പോഴും കഥയില്ലാതെ പറയുന്നത്. അത് മാത്രല്ല ഈ അബ്ദുസമദ് അൻവരിനെ എന്ത് വകയിലാണ് കൂട്ടിപ്പോയെന്ന് ഞാൻ ചോദിക്കുന്നത്. അയാൾ ഞാൻ നിന്ന് രാജിവെച്ചു വന്നാളാ. അയാൾ ഇത് കണ്ടിട്ട് നാളപ്പുറം പോയിട്ട് ഇതെല്ലാം വിളിച്ചു പറഞ്ഞാൽ ആര് സമാധാനം പറയും? ഒരു വിഷയം നോക്കണ്ട. അപ്പൊ ശരിക്കും പറഞ്ഞാല് അവിടുന്ന് പറഞ്ഞു വരും. പിന്നെ സുന്നത്യമാത്തിന് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നമ്മുടെ ഖത്തറിലുള്ള എന്നെ പറ്റിയിട്ട് പിന്നെ അദ്ദേഹത്തെ പോലും ഇവര് ഭീഷണിപ്പെടുത്താണ്, അങ്ങനെയാക്കാണ് ഇങ്ങനെയാക്കാണ് അവിടുന്ന് പറഞ്ഞു വരും. പിന്നെ സുന്നത്യമാത്തിന് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നമ്മുടെ ഖത്തറിലുള്ള എന്നെ പറ്റിയിട്ട് പിന്നെ അദ്ദേഹത്തെ പോലും ഇവര് ഭീഷണിപ്പെടുത്താണ്, അങ്ങനെയാക്കാണ് ഇങ്ങനെയാക്കാണ്. പിന്നെ അപ്പം പേരോട് ഉസ്താദും ഏറ്റുപിടിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു 1-2 നല്ല വരികള്. ഇത് ഓലിക്ക് എന്തായാലും അറിയാം ഇങ്ങനെ എന്റെ കയ്യിലെത്തും.
അപ്പോ ഇത് കേട്ടോടെ പരിപാടി കഴിഞ്ഞ ഉടനെ അച്ഛനെ വിളിച്ച അവിടെ നോക്കി ജിഷാനെ ഇന്റെ മധുഹാണല്ലോ അവിടെ എപ്പി ഉസ്താദും പേരോട് ഉസ്താദൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പൊ മധുഹല്ല അതിലും വലിയ മധു പറഞ്ഞാൽ ഈ അന്വേഷണം നമ്മൾ നിർത്തോ? ഏതായാലും പെടാൻ പെട്ടിന് ഈ പിന്നെ അമ്പലക്കടവ് അടക്കട്ടെ, അയാളെ ഇന്റെ മധുഹാണല്ലോ അവിടെ എപ്പി ഉസ്താദും പേരോട് ഉസ്താദൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പൊ മധുഹല്ല അതിലും വലിയ മധു പറഞ്ഞാൽ ഈ അന്വേഷണം നമ്മൾ നിർത്തോ? ഏതായാലും പെടാൻ പെട്ടിന് ഈ പിന്നെ അമ്പലക്കടവ് അടക്കട്ടെ, അയാളെ സംഘടനാ ലക്ഷ്യങ്ങളുണ്ട്. ഈ പറഞ്ഞ ആൾക്ക് ഒറ്റ ആവശ്യമുള്ളൂ, ഞാൻ വഞ്ചിക്കപ്പെട്ടു അല്ലെങ്കിൽ നമ്മളാരോ പറ്റിച്ചു, പറ്റിച്ചതാണെങ്കിൽ എന്ന് പറഞ്ഞു ഒഴിഞ്ഞാൽ കഥ ഇതിനോട് കൂടി കഴിഞ്ഞു. പിന്നെ ഇവര് പിടിച്ച് തൂങ്ങേണ്ടയില്ലല്ലോ. പള്ളി 40 50 പോലെ എടുത്തോ, അത് വേറെ വിഷയം. അല്ലാതെ തെളിവുകൾ തീർത്തും മൂപ്പർക്കെതിരാണ്. പിന്നെ ഇവരിപ്പോ എന്ത് തെളിവാണ് ഹാജരാക്കി? ഈ ഞാൻ വഞ്ചിക്കപ്പെട്ടു അല്ലെങ്കിൽ നമ്മളാരോ പറ്റിച്ചു, പറ്റിച്ചതാണെങ്കിൽ എന്ന് പറഞ്ഞു ഒഴിഞ്ഞാൽ കഥ ഇതിനോട് കൂടി കഴിഞ്ഞു. പിന്നെ ഇവര് പിടിച്ച് തൂങ്ങേണ്ടയില്ലല്ലോ. പള്ളി 40 50 പോലെ എടുത്തോ, അത് വേറെ വിഷയം. അല്ലാതെ തെളിവുകൾ തീർത്തും മൂപ്പർക്കെതിരാണ്. പിന്നെ ഇവരിപ്പോ എന്ത് തെളിവാണ് ഹാജരാക്കി? ഈ അമ്പലക്കടവും പാർട്ടി ഹാജരാക്കിയ തെളിവ് വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, അത് പിന്നെ മാന്യമായ ചോദ്യമാണ്. അതിനു വേണ്ടിയിട്ടല്ലേ പിന്നെ നിങ്ങളല്ലേ ജിഷാനല്ലേ ബഷീറാജി ഇക്ബാലായിട്ട് ബന്ധപ്പെടാൻ നമ്പർ വയ്ക്കുന്നത്. അതൊട്ട് തരുന്നില്ല. അത് തരാത്തെ അപ്പൊ ബഷീറാജി ചോദിച്ചില്ല ആ പുസ്തകങ്ങൾ തരാത്തേന്നില്ല? അല്ല, അതന്നെ അതിന് പറഞ്ഞ മറുപടിയാണത്. നിങ്ങളിപ്പോ ഈ നമ്പർ ദുരുപയോഗം ചെയ്ത് നിങ്ങളെ പാർട്ടി മാറിപ്പോയാലോ? തിരിച്ചുകൊണ്ട് നമ്പർ എങ്ങനെ ദുരുപയോഗം ചെയ്യാ? അതൊരു പിന്നെ അതിനു വേണ്ടിയിട്ടല്ലേ പിന്നെ നിങ്ങളല്ലേ ജിഷാനല്ലേ ബഷീറാജി ഇക്ബാലായിട്ട് ബന്ധപ്പെടാൻ നമ്പർ വയ്ക്കുന്നത്. അതൊട്ട് തരുന്നില്ല. അത് തരാത്തെ അപ്പൊ ബഷീറാജി ചോദിച്ചില്ല ആ പുസ്തകങ്ങൾ തരാത്തേന്നില്ല? അല്ല, അതന്നെ അതിന് പറഞ്ഞ മറുപടിയാണത്. നിങ്ങളിപ്പോ ഈ നമ്പർ ദുരുപയോഗം ചെയ്ത് നിങ്ങളെ പാർട്ടി മാറിപ്പോയാലോ? തിരിച്ചുകൊണ്ട് നമ്പർ എങ്ങനെ ദുരുപയോഗം ചെയ്യാ? അതൊരു പിന്നെ കൊടുക്കാൻ പറ്റിയ മറുപടിയാ? അല്ല, അത് പിന്നെ അത് കേട്ടപ്പോ തന്നെ ബഷീറാജിപ്പോ എന്തായി, എന്തോന്നൊരു സംശയം ബഷീറാജിക്ക് തോന്നിയിട്ടുണ്ട്. അത് വേറെ വിഷയം. നമ്മളിപ്പോ ഈ വിഷയത്തിൽ ഇപ്പൊ ഞാന് മനസ്സിലാക്കിയിടത്തോളം ഇപ്പൊ മിനിയാന്ന് വരെ പത്രസമ്മേളനം നടക്കുമ്പോ സത്യത്തിൽ ഞാൻ പുറത്താണല്ലോ, ഞാൻ ഇവിടെ അല്ല. പിന്നെ നമ്മൾ ക്ലാസ് റൂമിലൊക്കെ അത് സംബന്ധമായിട്ടുള്ള ചർച്ച. അപ്പൊ ആ ചർച്ച കേൾക്കുമ്പോ നമ്മളെ പറഞ്ഞ ആ ഒരു കമ്പനി ഉണ്ടല്ലോ, എപി ഉസ്താദ് എന്ത് പറഞ്ഞാലും ആ കമ്പനി വളരെ സജീവം തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അതെ അതെ. അത് കേട്ടപ്പോ തന്നെ ബഷീറാജിപ്പോ എന്തായി, എന്തോന്നൊരു സംശയം ബഷീറാജിക്ക് തോന്നിയിട്ടുണ്ട്. അത് വേറെ വിഷയം. നമ്മളിപ്പോ ഈ വിഷയത്തിൽ ഇപ്പൊ ഞാന് മനസ്സിലാക്കിയിടത്തോളം ഇപ്പൊ മിനിയാന്ന് വരെ പത്രസമ്മേളനം നടക്കുമ്പോ സത്യത്തിൽ ഞാൻ പുറത്താണല്ലോ, ഞാൻ ഇവിടെ അല്ല. പിന്നെ നമ്മൾ ക്ലാസ് റൂമിലൊക്കെ അത് സംബന്ധമായിട്ടുള്ള ചർച്ച. അപ്പൊ ആ ചർച്ച കേൾക്കുമ്പോ നമ്മളെ പറഞ്ഞ ആ ഒരു കമ്പനി ഉണ്ടല്ലോ, എപി ഉസ്താദ് എന്ത് പറഞ്ഞാലും ആ കമ്പനി വളരെ സജീവം തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അതെ അതെ. അപ്പൊ അതങ്ങനെ നിന്നോട്ടെ. പക്ഷെ നമ്മൾ പാരലായിട്ടുള്ള അന്വേഷണങ്ങളുടെ കൂട്ടത്തില് ഇപ്പൊ ഈ ഇക്ബാൽ വലീനെ എന്നവര് ഹാജരാക്കും എന്നൊരു ന്യൂസ് കേൾക്കുകയാണ്. അത് സത്യമാണോ? ഈ ഇക്ബാൽ വലി എന്ന ആളുണ്ടല്ലോ, വലിയ ജാലിയൻവാല, അത് കൊടുത്താള് അയാളെത്തും തന്നെയല്ലേ ഇവർക്കും കിട്ടിയാർന്ന്. അയാളെ തന്നെ 7-ാം തീയതി വരെ ഒരു പരിപാടി ഉണ്ട്. ആ പരിപാടിയിൽ അയാളെ തന്നെ ഹാജരാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. 7-ാം തീയതി ആര് പരിപാടി ഉണ്ടെന്ന്? 7-ാം തീയതി വരെ വിശദീകരണ സമ്മേളനമല്ലോ മലപ്പുറത്ത്. മറ്റേ SK-കാരല്ല? SK-കാര്. SK-കാരനെ ഈ പിന്നെ ഇയാൾ ഹാജരാക്കുന്നുണ്ടെന്നാ? അതിലെത്രത്തോളം സ്വഹീ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റൂല.
ഞാൻ കേട്ടതാണ്. അയാൾ ഇക്ബാലിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിങ്ങളെ ഏൽപ്പിക്കുന്ന വിഷയമല്ല. അയാൾക്ക് ഈ ബിസിനസ് നന്നായിട്ട് നടക്കണം. പിന്നെ ചോദിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് അതിൽ ചോദിക്കുകയാണെങ്കിൽ അമ്പലക്കടവും പിന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഫ്രീ ആയിട്ട് കൊടുത്തത് അയാളെ ഈ ബിസിനസിന്റെ ഭാഗമായിട്ടാണ്. കാരണം വെച്ചാല് ആരും വന്ന് ചോദിച്ചാൽ പിന്നെ ഏതൊക്കെ പണ്ഡിതന്മാർ ഇത് കൊണ്ടുപോയിട്ടുണ്ട്. കേരളത്തിലോ അറിയപ്പെട്ട പിന്നെ അഖിലേൻ കൊല്ലം എന്റെ പൊന്നുസ്താദെ കൊടുക്കുന്നു. 30 കൊല്ലം ആയിഷ ബീവിന്റെ കമ്പിളി പതിപ്പ്, മൊഹീദി ഷെയ്ഖിന്റെ ഡിജിറ്റൽ ക്യാമറ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. ഇയാൾ ഹാജരാക്കുന്നുണ്ടെന്നാ. അതിനെത്രത്തോളം സ്വഹീ ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റൂല. കാരണം ഞാൻ കേട്ടതാണ്. അയാൾ ഇക്ബാലിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിങ്ങളെ ഏൽപ്പിക്കുന്ന വിഷയമല്ല. അയാൾക്ക് ഈ ബിസിനസ് നന്നായിട്ട് നടക്കണം. പിന്നെ ചോദിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് അതിൽ ചോദിക്കുകയാണെങ്കിൽ അമ്പലക്കടവും പിന്നെ ഫ്രീ ആയിട്ട് കൊടുത്തെന്നാ. ഫ്രീ ആയിട്ട് കൊടുത്തത് അയാളെ ഈ ബിസിനസിന്റെ ഭാഗമായിട്ടാണ്. കാരണം വെച്ചാല് ആരും വന്ന് ചോദിച്ചാൽ പിന്നെ ഏതൊക്കെ പണ്ഡിതന്മാർ ഇത് കൊണ്ടുപോയിട്ടുണ്ട്. കേരളത്തിലോ അറിയപ്പെട്ട പിന്നെ അഖിലേൻ ഒരുപാടുണ്ട്. കൊല്ലം എന്റെ പൊന്നുസ്താദെ കൊടുക്കുന്നു. 30 കൊല്ലം ആയിഷ ബീവിന്റെ കമ്പിളി പതിപ്പ്, മൊഹീദി ഷെയ്ഖിന്റെ ഡിജിറ്റൽ ക്യാമറ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. ആടാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മസ്നവി ഉസ്താദിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? എന്തോ അത് VLC മീഡിയ പ്ലെയറിന് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. റിപ്പീറ്റ് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റക്കാല്. പക്ഷെ മസ്നവിന്റെ സിസ്റ്റത്തിൽ വർക്ക് ആവുന്നുണ്ടാവും. ഇൻഷാ അല്ലാഹ്. DC അതാണ്, മൂപ്പർ DC അതാണ്. ഇനി റഷീദ് സഖാഫിന്റെ ക്ലിപ്പ് വരാനുണ്ട്. സനദ് വ്യാജം എന്ന് പറഞ്ഞ നൂർ ഫൈദ് ഉസ്താദിന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? നൂർ ഫൈദ് ഉസ്താദ് തിരിച്ചെത്തിയിട്ടുണ്ട്. കാരണം UAE ളുഹർ നിസ്കാരമായിരുന്നു. ആ ക്ലിപ്പ് തീർന്നിട്ടുണ്ട്. കേൾക്കാം ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ക്ലിപ്പ് അല്പസമയത്തിനകം. അതിന് മുന്നേ നൂർ ഫൈദ് ഉസ്താദ് അവിടെ ഉണ്ടെങ്കിൽ മൈക്കിൽ വരണം. അവലോകനം നമ്മൾ തുടരുകയാണ് ഇൻഷാ അല്ലാഹ്. ഇന്ന് ഫുള്ളായിട്ട് ഈ ചർച്ച തന്നെയാണ്. നൂർ ഫൈദ് ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇവരുടെ ഇരട്ടമുഖം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുകയാണ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. അല്പസമയത്തിനകം റഷീദ് എന്ന് പറയുന്ന സഖാഫിയുടെ ക്ലിപ്പും ഉണ്ടായിരിക്കും. അസ്സലാമു അലൈക്കും. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള ഉസ്താദുമാരെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ചർച്ചകളും നാം പറയുന്നതും കേൾക്കുന്നതും ഒക്കെയും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ഭാഗമായി അല്ലാഹു നമ്മിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാവട്ടെ. കേൾക്കുന്നുണ്ടല്ലേ പറയണേ? കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദൊക്കെ ഇപ്പോ
നിസ്കാരം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ മൈക്കിൽ വരും. കാര്യമാത്ര പ്രസക്തമായ ഒരുപാട് ചർച്ചകൾ ഇത് സംബന്ധമായി നമുക്ക് നടത്തേണ്ടതുണ്ട്. ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇനിയും ആർക്കെങ്കിലൊക്കെ തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് തിരുത്താനും തിരുത്തിക്കാനും ഏതായാലും ഇന്നത്തെ വ്യവസ്ഥക്ക് വേണ്ടിയുള്ള ഒരുമിച്ചുകൂടൽ അത് കളമൊരുക്കി എന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഏതായാലും ശരി, ഞാൻ ഒരുപാട് പറയാനല്ല ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ സംവാദത്തിന്റെ ആദ്യം മുതൽ ക്ലാസ് ഉണ്ടായിരുന്നില്ല. കാരണം ഇതിങ്ങനെ നേരത്തെ ഇവിടെ പറയുമ്പോൾ തന്നെ ഈ കൂട്ടരെ കുറിച്ച് കുറച്ചൊക്കെ ബോധ്യമുള്ളതുകൊണ്ട് എനിക്കറിയാമായിരുന്നു അവരൊരിക്കലും ഒരു വാദപ്രതിവാദത്തിന് തയ്യാറാകൂല എന്ന്. എവിടെങ്കിലും വെച്ച് തന്ത്രപൂർവം ഒരു ഒളിച്ചോട്ടത്തിന് അവർ കളമൊരുക്കുമെന്നും വളരെ തന്ത്രപൂർവം ആ സംവാദത്തിൽ നിന്ന് അല്ലെങ്കിൽ വാദപ്രതിവാദത്തിൽ നിന്ന് അവർ പിന്മാറും എന്നും എന്തോ ഇവരെക്കുറിച്ച് കുറച്ച് അറിയുന്നത് കൊണ്ടാവാം എനിക്ക് ഏതാണ്ട് ഒരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നതുപോലെയാണ് സംഭവിക്കുക എന്ന് ബോധ്യമുള്ളതുകൊണ്ട് ആദ്യം ഞാൻ കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷമാണ് നമ്മൾ ക്ലാസ് റൂമിൽ എത്തിയത്. അപ്പോൾ ആ മുഹൂർത്തത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, അവർക്കൊരിക്കലും ഇപ്പോഴെന്ന് മാത്രമല്ല അവർക്കാർക്കും തന്നെ അവരുടെ നമ്മളെ ബഹുമാന്യരായ ഉസ്താദന്മാർ ചൂണ്ടിക്കാണിച്ചതുപോലെ അവരുടെ സ്ഥാപനത്തിൽ സൂക്ഷിക്കുന്ന ആ കേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് പറയാനോ, ഇങ്ങനെ പാവം കുറെ കൗമിനെ കിട്ടുമ്പോൾ സ്റ്റേജ് കുലുക്കി തൊണ്ട വിറപ്പിച്ചെന്തെങ്കിലും പറയാ എന്നല്ലാതെ വ്യക്തമായി ഒരു മേശയ്ക്ക് ചുറ്റുമുള്ള ചർച്ചയിലോ നേരിട്ടുള്ള സംസാരങ്ങളിലോ രേഖാമൂലം സംവാദങ്ങളിൽ ഏർപ്പെടുമ്പോഴോ അവർക്കങ്ങനെ പറയാൻ കഴിയില്ല. ഇവിടൊക്കെ നമ്മൾ പറയുന്നത് പോലെ അവർക്ക് 100% ഉറപ്പാണ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം അല്ല എന്നുള്ളത്. പിന്നെ പറഞ്ഞു കുടുങ്ങി അങ്ങനെ ഉണ്ടല്ലോ, അവരങ്ങ് പറഞ്ഞു പെട്ടിരിക്കുകയാണ്. ഇനി അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള വൃഥാശ്രമങ്ങൾ പരമാവധി അവരുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവേണ്ടത് അവരുടെ ബാധ്യതയാണ്, അവരുടെ നിലനിൽപ്പിന്റെ കാര്യമാണ്, അവരുടെ ഗ്രൂപ്പിന്റെ നിലനിൽപ്പിന്റെ കാര്യമാണ്. അതുകൊണ്ട് പരമാവധി അതിനു വേണ്ടി അവർ ശ്രമിക്കും. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എത്ര ലളിതമായ ഒരു കാര്യമാണ് മണിക്കൂറുകളോളം നീട്ടിക്കൊണ്ടുപോയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. അത് ഒരൊറ്റ വളരെ ലളിതാണല്ലോ സംഭവം. ഒന്നുക്ക് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേശം തിരുകേശമാണ് എന്നാണ് അവരിതുവരെ പറഞ്ഞിട്ടുള്ളത്. അവര് പറയേണ്ടത് ഒക്കെ തന്നെയാണല്ലോ. അത് പറയണം, അത് എഴുതിത്തരണം എന്ന് പറയുമ്പോൾ അവർ ഉരുണ്ട് കളിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനല്ല നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് സാലിബ കുല്ലിയും മറ്റൊക്കെ പറഞ്ഞിക്കാണ്ട് വെറുതെ ഇത് കേൾക്കുന്ന അതൊന്നും എന്താണ് ഈ പറയുന്നത് എന്നറിയാത്ത കുറെ പൊട്ടാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ. ഒരുപാട് ആളുകൾ ഇത് കേൾക്കണില്ലേ? സാധാരണ ഉസ്താദന്മാർ തമ്മിലുള്ള ചർച്ചയാണെങ്കിൽ പോലും ഇത് കേൾക്കുന്ന ഒരുപാട് ആളുകളില്ലേ? ഇവരുടെ ഈ ഒരു കാര്യം നമുക്ക് വളരെ തീർത്തു പറയാൻ കഴിയും. ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് പറയാൻ ഈ ആളുകൾക്കുള്ള യോഗ്യത ശരിക്കും നമുക്ക് ബോധ്യപ്പെടുകയാണ്. അവർക്കതിനുള്ള അർഹതയോ അവകാശമോ ഇല്ല. അവർക്ക് എവിടെയെങ്കിലും പോയിരുന്നിട്ട് അവർ പറയുന്ന കേന്ദ്രത്തിൽ കുറച്ച് കുട്ടികളുടെ മുമ്പിൽ പോയിരുന്നിട്ട് ഇങ്ങനെ സാലിബാക്കുല്ലിയും മൂജബാക്കുല്ലിയും ഒക്കെ പറഞ്ഞു കൊടുക്കുക, അതിൽ അതെന്താണെന്നറിയാത്ത ഈ പാവം കുട്ടികൾ അതിനനുസരിച്ച് തുള്ളുക എന്നല്ലാതെ അതിനെക്കുറിച്ചൊക്കെ ശരിക്കും ബോധ്യമുള്ള പഠിപ്പിക്കുന്ന ആളുകളുടെ മുമ്പിൽ വന്ന് അതൊന്നും പറയാൻ അവർക്ക് യോഗ്യതയില്ല. ഇസ്ലാമിനെ കുറിച്ചും സുന്നത്ത് ജമാഅത്തിനെ
അഭിപ്രായത്തിനെ കുറിച്ചൊന്നും പറയാനുള്ള യോഗ്യത അവർക്കില്ല എന്ന് ഈ സംവാദ വ്യവസ്ഥയിൽ, ആ വ്യവസ്ഥയിലുള്ള ഇരിക്കലിൽ അവർ ഈ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു ദയനീയമായ രംഗമാണ് സത്യത്തിൽ ഇന്ന് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശമാണെങ്കിൽ എന്ത് ശേഷിപ്പാണെങ്കിലും ശരി അതിനെ ആദരിക്കണം എന്നതിൽ നമുക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അത് അംഗീകരിക്കാത്തവരോടല്ലേ അത് പറയേണ്ടതുള്ളൂ. ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അത് ബർക്കത്തെടുക്കുന്നു എന്ന് വ്യവസ്ഥ എഴുതണമെങ്കിൽ അത് അംഗീകരിക്കാത്ത ഒരു ടീമിനോടോ ഒരു പാർട്ടിയോടോ ഒരു സംഘടനയോടോ അല്ലേ അങ്ങനെ ഒരു വ്യവസ്ഥ മുന്നോട്ട് വെക്കേണ്ടത്. അത് 100% റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾ കൊണ്ട് ആ ബർക്കത്തെടുക്കണമെന്നും ആസാറുകളെ ബഹുമാനിക്കണമെന്നും ആദരിക്കണം എന്നും ഉറക്കെ പ്രഖ്യാപിക്കുന്ന, ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ആസാറാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാവരെക്കാളും ആദ്യമായി അതിനെ ആദരിക്കാൻ, അതിനെ ബഹുമാനിക്കാൻ, അതുകൊണ്ട് ബർക്കത്തെടുക്കാൻ സമസ്തയുടെ ചുണക്കുട്ടികളായിരിക്കും മുമ്പിലുണ്ടാകുക എന്നറിയാത്തവരല്ല ഇവര്. എന്നിട്ടും പറയുന്നത് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം ആദരിക്കണം, ബഹുമാനിക്കണം, അതിനുകൊണ്ട് ബർക്കത്തെടുക്കണം. അത് പറയുമ്പോൾ അത് അംഗീകരിക്കാത്തവരോടല്ലേ പറയേണ്ടത്. സത്യത്തിൽ അവർ പറയായിരുന്നെങ്കിൽ അവിടെ ഈ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പറഞ്ഞോട്ടെ അത് തിരുകേശമാണെന്നും, അങ്ങനെ പറയട്ടെ, അത് തിരുകേശമാണെന്നും അതുകൊണ്ട് ബർക്കത്തെടുക്കാമെന്നും എന്നാണ് അവർ പറയുന്നതെങ്കിൽ പിന്നെയും അവർക്ക് പറയായിരുന്നു ഞങ്ങളത് തിരുകേശാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തിരുകേശം എന്നുള്ള വാക്ക് അവിടെ പറഞ്ഞിട്ട് അത് അപ്പൊ എന്താ ഒരു ആ വരികൾക്കിടയിലൂടെ ബഹുമാന്യരായ നമ്മുടെ ഉസ്താദന്മാരെ പെടുത്താം എന്നായിരുന്നു പാവങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷേ അതിനേക്കാൾ മുമ്പിൽ അത് മനസ്സിലായ ബഹുമാന്യരായ നമ്മുടെ ഉസ്താദന്മാർ അവരുടെ ആ കുരുട്ടുബുദ്ധി മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദന്മാർക്ക് കഴിഞ്ഞു. അതറിഞ്ഞുകൊണ്ട് തന്നെ അവര് നമ്മുടെ ഉസ്താദന്മാർ അവരോട് വെല്ലുവിളിക്കുകയും അവരോട് സംവദിക്കുകയും ചെയ്തത് അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏതായാലും ശരി, ഞാൻ നീട്ടി പറയുകയല്ല. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യം അത് തിരുകേശാണെന്ന് സമ്മതിക്കണം, എന്നിട്ടല്ലേ പിന്നെ അത് ബർക്കത്തെടുക്കണോ വേണ്ടേന്നൊക്കെ ഒരു നിഷ്പക്ഷമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് അതല്ലേ. അത് സമ്മതിക്കാൻ അവർ തയ്യാറാവുന്നില്ല. ഇവിടെ എത്രയോ നമ്മുടെ ഉസ്താദന്മാർ വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നു അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം അല്ല എന്ന് പറയുമ്പോൾ ആണ് എന്നാണല്ലോ. അത് പറയാനല്ലേ ഇത്രയും കോലാഹലങ്ങളൊക്കെ ഈ കേരളക്കരയിൽ കേരള മുസ്ലിംകൾക്കിടയിൽ അവരുണ്ടാക്കിയത്. അത് തിരുകേശാണ്, അതുകൊണ്ട് അതിന് ബർക്കത്തെടുക്കണം, ഇവര് പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഈ ഒച്ചപ്പാടുണ്ടാക്കി. എന്തേ വ്യവസ്ഥ പറയുമ്പോൾ അത് അവർ അംഗീകരിച്ചു കൊടുക്കാൻ അവർ മുന്നോട്ട് വരാത്ത? ആദ്യം അവരല്ലേ അത് പറയേണ്ടത്, ആദ്യം അവരല്ലേ പറയേണ്ടത്, സുബൂത്താക്കേണ്ടത്. എന്നിട്ടല്ലേ തെളിവൊക്കെ സമർത്ഥിച്ചതാണ് എന്ന് അവർ സമർത്ഥിക്കേണ്ട ബാധ്യത അവരെടുത്തുണ്ട്. അവരുടെ കൂടാരങ്ങളിലാണ് അത് സൂക്ഷിക്കപ്പെടുന്നത്, അവരാണ് അതിന്റെ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സൂക്ഷിക്കുന്നു എന്ന ഒറ്റ കാരണം മതി. അത് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ കൂടാരത്തിലുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട, തെളിവുകൾ സഹിതം അത് സമർത്ഥിക്കേണ്ട ബാധ്യത ഈ കൂട്ടർക്കുണ്ടല്ലോ. എന്നിട്ട് അതിൽ നിന്ന് തന്ത്രപൂർവം, വളരെ തന്ത്രപൂർവം അവരൊരുകയാണ്. എന്നാലും അവരെ വിടരുത് എന്ന് വിചാരിച്ച് എങ്ങനെങ്കിലും അവർ വാദപ്രതിവാദത്തിലേക്ക് വരട്ടെ, അവിടെ വെച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുപാട് വിട്ടുവീഴ്ച നമ്മുടെ ഉസ്താദുമാർ ചെയ്യുന്നത് നാം കാണുകയാണ്. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല, ഇവരോട് വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഉസ്താദുമാർ ചിന്തിക്കുന്നത് എന്താ, എങ്ങനെങ്കിലും ഒന്നും ഇങ്ങോട്ട് വരട്ടെ, ഒന്ന് വന്നു കിട്ടിയാൽ, ഒരു വേദിയിൽ അവരെത്തിയാൽ, മൈക്കിന്റെ മുമ്പിൽ അവർ തയ്യാറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി ഒരു പടി പിറകോട്ട് നമ്മൾ പോന്നിട്ട് അവർ കുറച്ചും കൂടി അവർക്ക് ഒരു ഇളവ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ പറയും പോലെ ആയിക്കോട്ടെ, എന്നാലും ശരി വാദപ്രതിവാദത്തിന് വരുന്ന പിന്നെ അവരാ വാക്കും മറ്റിട്ട് ഇങ്ങനെ കർഷകന്ന ഒരു വളരെ ദയനീയമായി വലിയ വലിയ ഉസ്താദന്മാർ നമ്മൾക്ക് ഇരിക്കുവറ്റങ്ങളൊന്നും അവരെ
അവരൊന്നും അറിയണില്ല. ഏതായാലും ശരി, അവര് പിന്നെ ചിത്രത്തിൽ കാണുമ്പോൾ വലിയ തലപ്പാവും വലിയ താടിയൊക്കെ ഉള്ള ഉസ്താദന്മാര് ശരിക്കാ ഇത് കേൾക്കുന്ന നിഷ്പക്ഷമതികളായ ആളുകൾക്ക് ആ ഡ്രസ്സിനോടുള്ള ഒരു ബഹുമാനം ഉണ്ടല്ലോ, ആ ബഹുമാനം പോലും ഇവരുടെ ഈ വാക്കുകളിലൂടെ അതില്ലാതെയാകുന്ന ഒരു വല്ലാത്ത കാഴ്ചയും നമുക്ക് കാണുകയാണ്. ഇങ്ങനെ തലയിലൊക്കെ കെട്ടിയ ആളുകൾ ആ തലയുടെ മുകളിലുള്ള തലപ്പാവേ ഉള്ളൂ, അതിനകത്തൊന്നും ഇല്ല എന്ന് ഉറക്കെ അവരുടെ ശരീരഭാഷ വിളിച്ചു പറയാണ്. അവര് വലിയ സംസ്കാരത്തിന്റെ ഒക്കെ പറഞ്ഞിക്കാണ്ട് എന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത്. അവരുടെ ശരിയായ സംസ്കാരം അവര് ആ പറച്ചലിന്റെ ഇടയിലൂടെ വിളിച്ചു പറയുന്നതും കൂടി കാണുകയാണ് നമ്മൾ. ഏതായാലും ശരി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഒരു ദയനീയമായ പരാജയമാണ് അവറ്റങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇനിയും നമുക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ ഈ പരിപാടിയൊക്കെ നിർത്തിവെച്ചിട്ട് അവർക്കതിൽ ഈ ദീനിനെ സംബന്ധിച്ച് ഇസ്ലാമിനെ കുറിച്ചൊക്കെ സുന്നത്ത് ജമാഅത്തിനെ കുറിച്ചൊന്നും ഇങ്ങനെ നിങ്ങളെപ്പോലത്തെ ആളുകളല്ല പറയേണ്ടത്. അതേക്കുറിച്ച് പറയാൻ സുന്നത്ത് ജമാഅത്തിന് അതിനെക്കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് അറിവുള്ള അല്പൊക്കെ തലച്ചോർ ഉള്ളിലുള്ള ആളുകളാണ് ആ ഇസ്ലാമിനെ കുറിച്ചും സുന്നത്ത് ജമാഅത്തിന്. അല്ലെങ്കിൽ പൊതുജനം വിലയിരുത്തൂലേ, ഇതാണ് സുന്നികള്, ഇതാണ് സുന്നത്ത് ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞുകാണ്ട് പൊതുജനങ്ങൾ ഇത് വിലയിരുത്തുമല്ലോ. അതിനുള്ള ഒരു ചെറിയ സന്മനസ്സെങ്കിലും നിങ്ങൾ കാണിച്ച് ചുരുങ്ങിയ പക്ഷം നിങ്ങൾ ആ രംഗത്തു നിന്നും മാറി നിന്ന് അതിന്റെ അർഹതപ്പെട്ട ആളുകൾക്ക് സ്റ്റേജും പേജും ഒക്കെ ഒഴിവാക്കി കൊടുത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും കേന്ദ്രത്തിലിരുന്ന് നിങ്ങൾ പറയുന്നത് എന്തും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന, അതുമാത്രമാണ് സത്യം എന്ന് അംഗീകരിക്കുന്ന, ഞാൻ പറയുന്നത് കേൾക്കണ്ടല്ലേ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ കേൾക്കണ്ടല്ലേ? ഇങ്ങനെ അംഗീകരിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മുമ്പിൽ പോയിട്ട് അത് നിങ്ങൾ ആ ഞെളിഞ്ഞിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് വളരെ വിനയത്തോടുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ശരി, അൽഹംദുലില്ലാ, നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർ വളരെ നല്ല നിലക്ക് നമുക്കൊക്കെ ഏത് ചെറിയ ആളുകൾക്കും ചിന്തിക്കുന്ന ഏത് മനുഷ്യന്മാർക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന രീതിയിൽ അവരുടെ കടമകൾ നിർവഹിച്ചു. ഇത് സത്യത്തില് അത് ഞാൻ പറഞ്ഞെന്താ പറയുക, ഇവർക്കൊന്നും നമ്മൾ ഈ ഇളവ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ അതുകൊണ്ട് അതും മണ്ടാരോ പറഞ്ഞ മാതിരി ഉളുപ്പില്ലാത്തവന്റെ അസനത്തിൽ ഒരു ആല് മുളച്ചാൽ അതും അവന് തണലാണ് എന്ന് പറയാറുണ്ടല്ലോ. എന്നതുപോലെ നമ്മൾ ഇവരെങ്ങനെയെങ്കിലും സംഗതിയിലേക്ക് വരട്ടെ, ഈ ട്രാക്കിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ച് ഒരു ഇളവ് അനുവദിച്ചു കൊടുത്തപ്പോൾ അവരതിമ പിടിച്ച് കയറുക. പിന്നെ നിങ്ങൾ ആദ്യത്തെ വാദത്തുനിന്ന് പിന്മാറി, രണ്ടാമത്തെ വാദത്തുനിന്നും പിന്മാറി, ഇതിപ്പോ മൂന്നാമത്തെ വാദത്തിലേക്കായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ വാക്കമ്മ പിടിച്ചിട്ട് കയറുക പിന്നെ ചെയ്യുന്നത്. എന്തൊരു വല്ലാത്ത ആഭാസമാണ് അവരുടെ സംസാരം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടറിയോ, ഇവരോട് ആ രീതിയിലൊക്കെ നമ്മൾ മനുഷ്യത്വപരമായ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ ബഹുമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ വിട്ടുവീഴ്ച മനോഭാവമൊന്നും നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാര് ഈ വിഭാഗത്തോട് ചെയ്യുന്നത് അത് ചെയ്യേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. കാരണം അത്രയും എന്താണ് ഇവർ പറയാ, ആ രീതിയിലാണ് ഇവരെ പെരുമാറ്റങ്ങളും ഇവരെ വർത്താനം. അതൊക്കെ നീ പണ്ടില്ലേ, ഇനിയിപ്പോ അതായിരിക്കും അവർ പറഞ്ഞത്. കണ്ടോ, ഇവർ ആദ്യ ഒരു വാദം ഉന്നയിച്ചു, അതിന് നമ്മൾ തയ്യാറായപ്പോൾ രണ്ടാമത്തെ വാദം അത് പറ്റൂല എന്ന് പറഞ്ഞ് രണ്ടാമത്തെ വാദത്തിലേക്ക് വന്നു, അത് പറഞ്ഞ് പിന്നെ മൂന്നാമത്തെ വാദത്തിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ് അതായിരിക്കും ഇനി ഇവരുടെ ഡയലോഗ്, അതായിരിക്കും ഇനി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. സത്യത്തിൽ അത് എന്തിനു വേണ്ടി അത് നമ്മൾ ചെയ്തു എന്നുകൂടി നമ്മൾ ചിന്തിക്കണ്ടോ. നമ്മൾ ആദ്യമേ ഉന്നയിച്ച വാദം അതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇവരുടെ കൂടാരങ്ങളിൽ സൂക്ഷിക്കുന്ന ആ കേശം അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ല. വളരെ വ്യക്തല്ലേ? അപ്പൊ എന്താണ് അവർ പറയേണ്ടത്? അവർ പറയുന്നതും അതന്നെയല്ലേ, ആണ് തന്നെയല്ലേ അവർ പറയണത്. അവരും അത് അല്ല എന്ന് പറയാന്ന് വെച്ചാൽ നമുക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഓര് അല്ല എന്നാണ് പറയണത് വെച്ചാൽ പിന്നെ കറണ്ടിന്റെ കമ്പിയൊക്കെ പറഞ്ഞാൽ അത് ആണ് എന്ന് പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു സാധ്യതയില്ല എന്ന് വളരെ വ്യക്തമായി തെളിയിക്കാൻ നമ്മൾ തയ്യാറാവുമ്പോൾ ആ സാധ്യത ഉണ്ടെങ്കിലോ എന്നല്ലേ, ഇല്ല എന്ന് 100% ഉറപ്പായിട്ടാണല്ലോ അത് തിരുകേശം അല്ല എന്ന് പറയണ തന്നെ. അപ്പൊ അതൊന്ന് ചിന്തിച്ചൂടെ? എന്നിട്ട് അതിന്മ കിടന്നിങ്ങനെ പിന്നെ വാക്കുകൾ കിടന്നിട്ട് അതിന് ആ വാക്കുകളെ കിടന്നിട്ട് ഇങ്ങനെ ഉരുളാണ്. ഏതായാലും എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ ഞാൻ നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നിഷ്പക്ഷമായിട്ട് ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന
പിന്നെ എന്റെ നിഷ്പക്ഷമതികളായ ആളുകൾ ഉണ്ടാവും. ആ ആളുകൾ ചിന്തിക്കേണ്ടതാണിത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെ പിന്നെ അതിന്റെ കീഴ്ഘടകങ്ങളുടെ ആളുകൾ, ബഹുമാനമായ ഉസ്താദന്മാർ അത് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. നമ്മളെ അന്നും നമ്മൾ പറയുന്ന അതാണ്. അല്ലാതെ ഇപ്പൊ ഇയാളോട് നമുക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിരോധം ഉണ്ടായതുകൊണ്ടല്ലോ, ഇയാളോടോ ഇയാളുടെ ഏതെങ്കിലും ഒരു വ്യക്തികളോടോ എന്തെങ്കിലും നമുക്ക് വ്യക്തിപരമായ വിരോധമോ വിദ്വേഷമോ ഉള്ളത് കൊണ്ടല്ലോ നമുക്ക്. എന്താ നമ്മളെ പ്രശ്നം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരാലും ആദരിക്കപ്പെടേണ്ട, ബഹുമാനിക്കപ്പെടേണ്ട, നമ്മുടെ ജീവനേക്കാൾ ഉപരി നാം സ്നേഹിക്കേണ്ട തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചേർത്തി പറയുമ്പോൾ, തങ്ങളുടേതാണ് എന്ന് പറയുമ്പോൾ, കേവലം ഏതെങ്കിലും ഒരാള് പ്രസംഗിച്ചതുകൊണ്ട്, അയാള് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞതുകൊണ്ട്, അയാള് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് സമ്മതിക്കാൻ നിർവാഹമല്ല. മറിച്ച് അതിന് നമുക്ക് മുൻഗാമികളായ ആളുകൾ കാണിച്ചു തന്നതുപോലെ, മുൻഗാമികളായ ആളുകൾ നമ്മെ പഠിപ്പിച്ചതുപോലെ അതിന് വ്യക്തമായ ചില നിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അതേക്കുറിച്ച് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ അല്ലാന്നൊന്നും പറഞ്ഞ് ചാടിയിട്ടില്ല. വളരെ വ്യക്തമായി പഠിച്ചു ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് സമസ്തയും അതിന്റെ കീഴ്ഘടകങ്ങളും നമ്മുടെ കഥാപുരുഷന്റെ കയ്യിലുള്ള കേശം അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ല എന്ന് തീർത്തു പറഞ്ഞത്. ആണ് എന്ന് സമർത്ഥിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. അത് ആണ് എന്ന് ഏത് കൂടാരത്തിലാണോ അതുള്ളത്, ആരൊക്കെയാണോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ആരൊക്കെയാണോ അതിന് വേണ്ടി സ്റ്റേജ് കുലുക്കി പ്രസംഗിക്കുന്നത്, അവരുടെ ബാധ്യതയാണ് അത് ആണ് എന്ന് തെളിയിക്കൽ. എന്തെല്ലാം സംവിധാനമുണ്ട് ഈ ആധുനിക ലോകത്ത്. ഈ ഒരുപാട് പുരോഗതി പ്രാപിച്ച ഈ കാലത്ത് പുതിയതായ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇനി പുതിയതിലേക്ക് വരേണ്ട, പഴയ തന്നെ ഒരുപാട് സംവിധാനം ഉണ്ടല്ലോ. അതങ്ങ് കഴിഞ്ഞാൽ ആ കാര്യം തെളിയിച്ചാൽ അതോടുകൂടി എല്ലാം കഴിയില്ലേ? അയാളാവൂലേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഒരു വലിയ നേതാവ്? അയാളായിട്ട് എല്ലാവരും അംഗീകരിക്കൂല, ആർക്കും പിന്നെ സംശയം ഉണ്ടാവുമല്ലോ. അന്നലക്ക് അതിന് തയ്യാറാകാതെ ഈ പാവപ്പെട്ട കുട്ടികളെ കൊണ്ട്, ഈ പാവപ്പെട്ട ആളുകളെ ചോറ്റു പട്ടാളമായി നിർത്തി അവരെ വിഷമിപ്പിക്കുന്ന, അവരെ കൂടി പാവങ്ങൾ ഇനി ഒരുപാട് ഇങ്ങനെ വളർന്നു വരുന്ന മക്കളുണ്ടല്ലോ. ഇതുകളൊക്കെ കഥ ഒന്ന് ചിന്തിച്ചു നോക്കാൻ. ഇത് കേട്ടിട്ടല്ല അവർ വളരുന്നത്. ഈ പൊട്ടപ്പോയത്തം കേട്ടിട്ട് ഇങ്ങനെ വളർന്നു വരുന്ന മക്കളെ നമുക്കതിലാണ് സങ്കടം. പാവപ്പെട്ട ആ കൗമ് അവരൊന്നും പാവങ്ങളാണ്, മഹാപാവങ്ങളാ. അവരിവരെ വായിൽ നിന്ന് വരുന്ന അത് മാത്രമേ അതേ കേൾക്കാവൂ എന്നും കർശനമായ താക്കീതാണ്. മറ്റൊന്നും കേട്ടുകൂടാ, മറ്റൊന്നിനെക്കുറിച്ചും പഠിച്ചുകൂടാ, മറ്റൊന്നും വായിച്ചുകൂടാ. ഞങ്ങൾ എന്താണോ പറയുന്നത് അത് 100% നിങ്ങൾ അംഗീകരിക്കണം. ഈ രീതിയിൽ ആ പാവം മക്കളെ പറഞ്ഞ് ആ രീതിയിൽ അവരെ പറ്റിച്ച് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ പാവങ്ങളുടെയൊക്കെ ആഖിറത്തിലുള്ള ഗതി എന്തായിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. ഏതായാലും ശരി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കി അതിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കാനും അത് പിൻപറ്റി ജീവിക്കാനും അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വന്യരായ നമ്മുടെ ഉസ്താദന്മാർക്ക് ഇനി കൂടുതൽ ശക്തിയുക്തം നമ്മുടെ വാദങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജനസമക്ഷം സമർത്ഥിക്കാനും സാധാരണക്കാരായ ആളുകൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനുമുള്ള സർവ്വവിധ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരുപാട് ആളുകൾ റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെയും ഈ ചർച്ചയിൽ സംബന്ധിക്കാനുണ്ടാവും, അവരുടേതായ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുണ്ടാകും. ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വല്ലല്ലാഹു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അച്ചൂരി ഫൈസി വളരെ നല്ലൊരു വിലയിരുത്തൽ നടത്തി. നമ്മൾ ആ പരിപാടിയുടെ ആദ്യം മുതൽ അവസാനം വരേക്കും ശ്രദ്ധിച്ച് കേട്ടു അല്ലേ? വളരെ ശ്രദ്ധിച്ച് കേട്ടു. നമ്മുടെ വാദം വളരെ വ്യക്തമായിരുന്നു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അങ്ങനെ തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ല. ഇതാണ് നമ്മുടെ വാദം. അതിന് മറുവാദം നിങ്ങൾ പറയുമെന്ന് പറഞ്ഞിട്ട് എത്രയായിട്ടും പറയണ്ടല്ലേ? അതിന് മറുപാട് ആൺകുട്ടികളായിട്ടാണ് എഴുതണ്ടേ? AP ഉസ്താദ് സൂക്ഷിച്ച തിരുകേശം അള്ളാഹുവിന്റെ റസൂലിന്റേതാകുന്നു എന്നവർ എഴുതണ്ടേ? അതിന് എഴുതാൻ തയ്യാറാകാതിരിക്കാൻ കാരണം അവർക്കറിയാം, അവർക്ക് 99% അല്ല, പിന്നെ 100% അറിയാം.
ആ മുടി അള്ളാഹുവിന്റെ റസൂലിന്റെതല്ല, അത് വ്യാജ മുടിയാണ് എന്നവർക്ക് 100% അറിയാം. അതുകൊണ്ട് തന്നെയാണ് അത് അവർ എഴുതാൻ തയ്യാറാവാതിരുന്നത്. പിന്നെ നമ്മൾ ഇറങ്ങിക്കൊടുത്തില്ലേ ചില ആൾക്കാർ, നിങ്ങൾ വാക്ക് മാറ്റിയില്ല നിങ്ങളെങ്ങനെ സംവാദം ഏതെങ്കിലും രീതിയിൽ സംവാദം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അവസാനം നമ്മൾ ആ വാദത്തിന് അതിന് മറുവാദം അവർ എഴുതുന്നില്ല എന്ന് കണ്ടപ്പോൾ റെക്കോർഡ് പ്ലേ ചെയ്യുന്നുണ്ട്. ഇവിടെ അതോടുകൂടി ആ കാര്യം കൊണ്ട് പറയാൻ തയ്യാറാവണം. പല ആളുകളും ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ആ സമയത്ത് നമ്മൾ റൂമിൽ ഇല്ലാത്ത പല ആളുകളും ഉച്ചവരെയൊക്കെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന ആളുകളും മറ്റൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ആ സമയത്ത് ഇത് കേൾക്കാൻ സാധിക്കാത്ത കുറെ ആളുകളുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്ലേ ചെയ്യണം. അതിന്റെ ആദ്യം മുതൽ അവസാനം വരേക്കും അത് അതേ പടി അല്ലേ, എഡിറ്റ് ചെയ്യൊന്നും വേണ്ട, അതേ പടി അവിടെ അതുപോലെ ഇവിടെ പ്ലേ ചെയ്യണം. അൽ-ഇസ്തിഖാമ ഈ സമയത്ത് അതിന് തയ്യാറായിട്ടുണ്ടോ? അൽ-ഇസ്തിഖാമ തയ്യാറായിട്ടുണ്ടോ? അപ്പൊ ഒരു DC അത് ആരെയും വേറെ ആർക്കും സാധിക്കും. അത് അതേ രീതിയിൽ അത് ആ റെക്കോർഡ് ചെയ്ത് ഇവിടെ പ്ലേ ചെയ്യാൻ ആർക്കും സാധിക്കും? വേറെ ആർക്കെങ്കിലും സാധിക്കുന്നവരാരെങ്കിലും എന്ന് ശ്രദ്ധിച്ചാണ് നമ്മുടെ പ്രവർത്തകന്മാരിൽ പെട്ട ആരെങ്കിലും അതിന് തയ്യാറുള്ളവരുണ്ടാ? അൽ-ഇസ്തിഖാമ ഇസ്തിഖാമ പ്ലേ ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതേ ചോദ്യം പണ്ട് ജിഷാൻ മാഹി പേരോടിനോട് ചോദിച്ചിട്ടുണ്ട്. എന്ത് ഇസ്തിഖാമനെ DC ആണ്, എന്ത് പറ്റി അൽ-ഇസ്തിഖാമക്ക്? DC ആരെന്തേ? സൈനുദ്ദീൻ സൈനുൽ ആബിദീൻ റെക്കോർഡ് ചെയ്തിട്ടില്ലേ? അന്ന് സൈനുൽ ആബിദീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാ? സൈനുൽ ആബിദീൻ P റെക്കോർഡ് ചെയ്തിട്ടില്ലേ? ഇല്ല. എന്തുകൊണ്ടില്ല? എന്തേ റെക്കോർഡ് ചെയ്യാഞ്ഞത്? ഈ അഡ്മിന്മാരാകുമ്പോ കുറെയൊക്കെ ചെറുപ്പക്കാരായ അഡ്മിന്മാരാകുമ്പോ കുറെ ബാധ്യത ഉണ്ട്. അപ്പൊ ഞാനും അഡ്മിനല്ല നിങ്ങളോട് ചോദിക്കും, എനിക്ക് അറിയാത്തതുകൊണ്ടാണ്, നിങ്ങൾ പഠിപ്പിച്ചെന്താ ഞാൻ ചെയ്തത് അല്ലേ? ഇതുവരെയൊക്കെ വേറെ ഇത് കുറെ കാലമായി ഇദ്ദേഹത്തെ നടക്കൽ തുടങ്ങിയിട്ട്, പക്ഷെ ഇതുവരെയൊക്കെ അത് റെക്കോർഡ് ചെയ്യാനൊന്നും പഠിച്ചിട്ടില്ല. അത് എന്റെ വയസ്സും പ്രായമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങൾക്കൊക്കെ ഓരോ വിഷയം തലമ കയറുന്ന മാതിരി നമുക്ക് തലമ കയറൂല. അപ്പൊ കുറെ പറഞ്ഞു തന്നാലും ആണ് മനസ്സിലാവൂലേ, നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞാലും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇവിടെ ആളുകളൊക്കെ ഉണ്ട്, റെക്കോർഡ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട് റീസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പ്ലേ ചെയ്യണം. പേരോടിനോടും ഇതേ ചോദ്യം ചോദിച്ചെങ്കിൽ ജിഷാൻ മാഹി ഉസ്താദ് പേരോട് അങ്ങനെ തന്നെയാണ്. പേരോട് ഉസ്താദ് കാന്തപുര ഉസ്താദിന്റെ അടുത്തുള്ള ആ കേശം അത് റസൂലുള്ളാഹിന്റെ ആണെന്ന് പറയോ? അപ്പൊ എന്താ പറഞ്ഞ അല്ലാന്ന് ഞാൻ പറയില്ല. അല്ലാന്ന് പറയാ, അല്ല ആണെന്ന് ഉസ്താദ് പറയോ? വീണ്ടും ചോദിക്കുന്നില്ലേ, ആണെന്ന് ഉസ്താദ് പറയോ? റസൂലുള്ളാഹിന്റെ ആണെന്ന് പറയോ? അല്ലാന്ന് ഞാൻ പറയില്ല. അതല്ല ഉസ്താദ്, പേരോട് ഉസ്താദ് അത് റസൂലുള്ളാഹിന്റെ ആണെന്ന് പറയുമോ? അല്ലാന്ന് ഞാൻ പറയില്ല. എന്തല്ലേ ഈ രീതിയിൽ? അപ്പൊ അതിനു വേണ്ടി വീറോടെ വാദിക്കുന്ന ആളുകൾക്ക് അടക്കം അറിയേ അത് വ്യാജമുടിയാണെന്ന്. എന്നിട്ട് വെറുതെ നുണയും പറഞ്ഞങ്ങനെ നടക്കുന്ന മനുഷ്യന്മാരെ ഫസാദാക്കാൻ വേണ്ടി. അതുകൊണ്ട് എന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വല്ലാത്ത ഒരു വിഷയമാണ് ഇപ്പൊ ഇന്ന് നടന്നത്. നിഷ്പക്ഷമതികളായ ആളുകൾക്ക് മാത്രമല്ല, അതിൽ കടുംപിടുത്തമുള്ള ആളുകൾക്കും അല്ലേ, ആ വിഭാഗത്തിൽ കടുംപിടുത്തമുള്ള ആളുകൾക്കും ആ മുടി വ്യാജമാണ് എന്ന ധാരണയാണ് അവരുടെ പണ്ഡിതന്മാർക്കൊക്കെ ഉള്ളത് എന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവാദ വ്യവസ്ഥ ചർച്ചയാണ് നടന്നത്. അത് ഇൻഷാ അല്ലാഹ് നിരന്തരം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പ്ലേ ചെയ്യും. ഇപ്പോൾ മാത്രമല്ല, നിരന്തരം അതിവിടെ പ്ലേ ചെയ്യും ഇൻഷാ അല്ലാഹ്.